إن الحمد لله رب العالمين والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد ബഹുമാന്യരായ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അതിനായി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുക. റമദാൻ കഴിഞ്ഞു, ശവ്വാൽ 6 നോമ്പും കഴിഞ്ഞു. നമ്മുടെ ക്ലാസ് അൽഹംദുലില്ലാഹ് ഇന്ന് മുതൽ ആരംഭിക്കും. നമ്മളിന്ന് റമദാനിന് ശേഷം നിർത്തിവെച്ച ശേഷം കൊണ്ട് ക്ലാസ് തുടങ്ങുന്ന ഒരു പൊതു ക്ലാസ്സാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ സൂറത്തുൽ മുൽക്ക് നിർത്തി അവിടെ നിന്ന് തുടങ്ങുകയും ചെയ്യും. നമുക്ക് ഇന്ന് ക്ലാസ് സൂറത്തുൽ ആദിയാത്ത്, ഖുർആനിലെ ഒരു ആയത്ത്, ഖുർആനിലെ കുറച്ച് സ്വല്പ ഭാഗം ഓതിയിട്ട് തുടങ്ങാം. നമുക്ക് പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത്. ഓതുക. بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. സഹോദരികൾ, നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്വീകരിച്ച റമദാൻ അവസാനിച്ചു. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരിക്കലും റമദാൻ വിട്ടുപോകാൻ പാടില്ല. വരുന്ന റമദാനിൽ കൂടി ജീവിക്കാനും അതിന് നന്മകൾ നേടാനും അതിനെ സ്വീകരിക്കാനും തുണയ്ക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ റമദാനിനെ യാത്രയാക്കിയിട്ടുള്ളത്. പഴയകാല സലഫുകളൊക്കെ അടുത്ത റമദാൻ 2025 റമദാൻ സ്വീകരിക്കാൻ നമ്മളൊക്കെ എപ്പോഴാ തയ്യാറാക്കാൻ? ആ റമദാനിന്റെ ഏകദേശം 1 മാസം മുമ്പൊക്കെ അഹ്ലൽ റമദാൻ എന്നുള്ള നോട്ടീസിലാണ്. പക്ഷെ പഴയകാല സലഫുകൾ ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ സ്വീകരിക്കാൻ ഒരുക്കങ്ങളാണ്. അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും റമദാനിന്റെ ചൈതന്യം വിട്ടുപോകാറില്ല. അങ്ങനെ പഴയകാല സലഫ് സ്വാലിഹീങ്ങൾ റമദാൻ കഴിഞ്ഞാൽ 6 മാസം, റമദാൻ കഴിഞ്ഞിട്ട് 6 മാസം അടുത്ത റമദാനിലേക്ക് ഞങ്ങളുടെ ആയുസ് നിർത്തിത്തരണേ, എത്തിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നുള്ള 6 മാസം അങ്ങനെ അവരെന്ത് ചെയ്യും? റമദാനിന്റെ ഏകദേശം 6 മാസം മുമ്പ് പ്രാർത്ഥന തുടങ്ങും. റമദാനിന്റെ 6 മാസം മുമ്പ് പ്രാർത്ഥന തുടങ്ങും. അപ്പൊ അവര് റമദാനെ സ്വീകരിക്കാൻ റമദാന്റെ 6 മാസം മുമ്പ് അവർ ഒരുക്കാൻ തുടങ്ങും. അങ്ങനെ റമദാൻ കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസം ഈ റമദാനിന്റെ ആരാധനാ കർമ്മങ്ങൾ അല്ലാഹുവേ കബൂലാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ റമദാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസം ശവ്വാൽ മുതലുള്ള 6 മാസം എന്താണ്? കഴിഞ്ഞ റമദാനിലെ ഇബാദത്തുകൾ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഉള്ള റമദാൻ വരെയുള്ള 6 മാസങ്ങൾ 5 മാസക്കാലങ്ങൾ എന്ത് ചെയ്യും? അവര് റമദാനിൽ എത്തിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിന്ന് റമദാനിന്റെ ആ ചൈതന്യം, അതിന്റെ ആ വിശുദ്ധി വിട്ടുപോകാറേയില്ല. നമ്മൾ ആലോചിച്ചൊക്കെ റമദാൻ മാത്രമേ നമ്മളിൽ നിന്ന് അവസാനിച്ചിട്ടുള്ളൂ. പുണ്യങ്ങൾ റമദാനിൽ ചെയ്തതുപോലെയുള്ള ധാരാളം പുണ്യങ്ങൾ സമ്പാദിക്കാനുള്ള ആയുസ് അല്ലാഹു അതിനാണ് ആയുസ് നീട്ടി തന്നത്. എത്ര മനുഷ്യന്മാരെ റമദാനിൽ നമ്മുടെ കൂടെ ജീവിച്ച ആൾക്കാർ മരിച്ചു പോയി. അല്ലാഹു നമുക്ക് ആയുസ് നീട്ടി തന്നത് എന്തിനാ? റമദാനിന് ശേഷവും പരലോകത്തിന് വേണ്ട നന്മകൾ സമ്പാദിക്കാൻ. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തന്ന ഈ മഹാ സൗഭാഗ്യം നമ്മൾ ഉപയോഗപ്പെടുത്തും. കാരണം നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവൻ എടുക്കാൻ അല്ലാഹു പ്രത്യേക ഒരു മലക്കിനും ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. ആ മലക്ക് കൃത്യമായിട്ട് തന്നെ നമ്മൾ മരിക്കേണ്ട സമയത്ത് നമ്മുടെ മുമ്പിലെത്തും. മലക്കുൽ മൗത്ത്
അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് സജ്ജദയിലെ 11-ാമത്തെ ആയത്തിൽ. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ഖുൽ നബിയെ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക, യതവഫാക്കും അവരെ നിങ്ങളെ വഫാത്താക്കുന്നതാണ്, മരിപ്പിക്കുന്നതാണ്. ആര്? മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മലക്ക്. അല്ലതി ആ മലക്ക് യാതൊരുവനാണ് മുക്കിലഭിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടതായ, എന്നുവെച്ചാൽ നിങ്ങളുടെ ജീവൻ എടുക്കാൻ അല്ലാഹു ഉത്തരവാദപ്പെടുത്തപ്പെട്ടിട്ടുള്ള മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. പിന്നീട് നിങ്ങളെല്ലാം നിങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ പേര് വിവരങ്ങൾ കൃത്യമായിട്ട് അല്ലാഹു മലക്കുൽ മൗത്തിന് കൈമാറിയിട്ടുണ്ടാവൂലേ? നിങ്ങളുടെ പേരിന്റെ നേരെ ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്ത് ഇന്ന രാത്രി ഇന്ന പകലിൽ ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ ഇന്നവൾ മരിക്കണം, അവരുടെ റൂഹിനെ എടുക്കണമെന്ന് മലക്കുൽ മൗത്തിന്റെ കീഴിൽ നമ്മുടെ പേര് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ഉറപ്പായി നമ്മുടെ മുമ്പിൽ മലക്കുൽ മൗത്ത് വന്നു നിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മലക്കുൽ മൗത്ത് മറക്കില്ല. നമ്മൾ മരണത്തെ മറന്നാലും മലക്കുൽ മൗത്ത് എന്തില്ല, നമ്മുടെ മരിപ്പിക്കേണ്ട ദിവസമോ സമയമോ മറക്കില്ല. ഓർക്ക, പുറത്ത് നനയ്ക്കാത്തൊരു സമയത്ത് നമ്മൾ ജോലിയിലോ കടയിലോ എവിടെയോ എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായിട്ട് വരിക. അതിനു മുമ്പ് പ്രതീക്ഷയോടെ തയ്യാറാക്കുക. എപ്പോഴാണ് എങ്ങനെയെന്ന് അറിയില്ല. പെട്ടെന്ന് കാണാം ഒരു നെഞ്ചുവേദന എന്തോ അവിടെ വന്നു. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, കടയിൽ തന്റെ സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മളും ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക, മലക്കുൽ മൗത്ത് ഇങ്ങനെ കാണും, ഇതുകൊണ്ട് നമ്മളും വീഴും. അള്ളാഹുവിന്റെ നിർദ്ദേശം ഇതാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കുന്നത്. നീ നിന്റെ റബ്ബിനെ ദൃഢമായ ഉറപ്പുള്ള മരണം വരുന്നത് വരെയും നീ അള്ളാഹനെ ആരാധിക്കണം. നമ്മളെ റമദാന് മാത്രമല്ല, നമ്മുടെ മരണം വരെയും അള്ളാഹുവിനെ നിരന്തരമായി ആരാധിച്ചു കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മള് റമദാനിൽ നമ്മൾ അള്ളാഹനെ എങ്ങനെ ആരാധിച്ചത്? റമദാനിലെ ഖുർആനുമൊത്തും ഇപ്പോഴത്തെ ഖുർആനുമൊത്തും റമദാനിലെ നമസ്കാരവും ഇപ്പോഴത്തെ നമസ്കാരം തമ്മിലൊരു വ്യത്യാസം എന്താ? ഒരു പൊടിക്ക് തഖ്വ കൂടുതലായി. പക്ഷെ അത് ഇപ്പൊ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം റമദാനിൽ സ്വാഭാവികമായും ക്ലാസ് കേൾക്കാതെ തന്നെ റമദാനിൽ ഓരോ വിശ്വാസികളുടെ തഖ്വ സ്വാഭാവികമായിട്ട് വരും. കാരണം ആ മാസത്തിന്റെ പ്രത്യേകത ഷഹ്റു തഖ്വ, അത് തഖ്വയുടെ മാസം. ഓരോ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഇന്നീ സ്വാഹിബ്, ഞാൻ നോമ്പുകാരനാണ്, റമദാനാണെന്നുള്ള ബോധം സ്വാഭാവികമായി അവരുടെ തഖ്വ ഇങ്ങനെ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് റമദാനിൽ സജീവമായിട്ട് തഖ്വയോടെ ആരാധിക്കാൻ കഴിഞ്ഞത്. റമദാൻ കഴിഞ്ഞ ശേഷം നമ്മുടെ തഖ്വ ഉയർത്താനുള്ള വഴി എന്താണ്? റമദാനിൽ സ്വാഭാവികമായി നമ്മൾ നോമ്പുകാരാണ്, പരിശുദ്ധ റമദാനാണ്, ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്നൊക്കെ ബോധമുള്ളതുകൊണ്ട് സ്വാഭാവികമായി നമ്മുടെ തഖ്വ ഉയർന്നിരിക്കും. അതുകൊണ്ട് ആരാധനകളൊക്കെ വളരെ സജീവമായിരിക്കും, വളരെ ഉഷാറായിട്ട് മടിയില്ലാതെ ആരാധിക്കാൻ പറ്റും. അപ്പൊ മടി കൂടാതെ റമദാനിലേതുപോലെ ആവേശത്തോടെ ഇഖ്ലാസോടെ ആത്മാർത്ഥമായി സജീവമായി ആരാധനകൾ നിർവഹിക്കണമെങ്കിൽ നമ്മുടെ തഖ്വ ഉയരണം.
അതുള്ള വഴി എന്താ? റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ തഖ്വ ഉയർത്താൻ വഴി എന്താ? അതുള്ള വഴിയാണ് മരണചിന്തയാണ്. നമ്മുടെ ബാറ്ററി ഇങ്ങനെ ചാർജ് ഡൗൺ ആകുമ്പോൾ എന്ത് ചെയ്യും? മൊബൈലിന്റെ ബാറ്ററി ഡൗൺ ആകുമ്പോൾ ചാർജ് ചെയ്യും. നമ്മളെ റമദാനിൽ നമ്മൾ ഫുൾ ചാർജ്ഡ് ആയി, നമ്മുടെ തഖ്വ ഫുൾ ചാർജ്ഡ് ആണ്. പക്ഷെ റമദാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇബ്ലീസ് അത് തുറന്നു വിടും. ഉറപ്പാണ് ഇബ്ലീസ് തഖ്വയിൽ കൊളത്തിയിട്ട് ഇങ്ങനെ വലിച്ച് 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 എന്ത് ചെയ്യും? നമ്മുടെ തഖ്വ ഡൗൺ ആവും. അവിടെയാണ് മരണചിന്തയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തഖ്വ ഫുൾ ചാർജ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, നബിയെ ഫഅയ്യുൽ മുഅ്മിനീന അക്കിയസ്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നല്ല ഏറ്റവും ബുദ്ധിയുള്ളവരാണെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത് അക്സറഹും ലിൽ മൗതി ദിക്റൻ, മരണത്തെ പറ്റി ധാരാളം ചിന്തിക്കുന്നവരാണ്, മരണത്തെ പറ്റി ധാരാളം ഓർക്കുന്നവരാണ് നല്ല ബുദ്ധിയുള്ളവർ. മരണത്തെ ഓർത്ത് പേടിച്ച് വരച്ച് വിഷാദ രോഗം വന്ന് ഇരിക്കില്ല കേട്ടോ. പിന്നെ അവർ എന്ത് ചെയ്യും? മരണത്തെ ഓർത്തിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതം നന്നാകാൻ വേണ്ടി വളരെ മനോഹരമായി വളരെ നന്നായിട്ട് അവർ തയ്യാറെടുപ്പ് നടത്തും. അപ്പൊ ആരാ ബുദ്ധിയുള്ളവർ? ഉലായിക്കൽ അക്കിയസ്, അവരാണ് ബുദ്ധിയുള്ളവർ. അപ്പൊ ആരാ ബുദ്ധിയുള്ളവർ? ഞാൻ മരിക്കാറായി, ഏത് നിമിഷവും ഞാൻ പോകാം, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഓടുന്ന ഏതോ ഒരു സമയത്തിൽ എന്റെ മരണമുണ്ട് എന്നിങ്ങനെ ചിന്തിച്ച് ആ മരണശേഷം സ്വർഗം കിട്ടാനും അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാനും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ട നല്ല തയ്യാറെടുപ്പുകൾ നടത്തുന്നവരാണ് ആര്? ബുദ്ധിയുള്ളവരെന്ന്. നമ്മുടെ നബിന്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മരണത്തെ പറ്റി ചിന്തിക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി കഠിനമായി നല്ല അധ്വാനം നടത്തിയവരാണ് നബിന്റെ സ്വഹാബത്ത്. പക്ഷെ എന്നിട്ടും അവർക്ക് പേടി, പരലോകത്തിന് വേണ്ടതൊന്നും ഞങ്ങൾ സമ്പാദിച്ചിട്ടില്ലേ. നമ്മുടെ നബിന്റെ സ്വഹാബത്തില് വളരെ ശ്രേഷ്ഠനായ ഒരു സ്വഹാബിയാണ് അബൂ ഹുറൈറ. ഒരു പാവമായിരുന്നു അബൂ ഹുറൈറ. നബി സ്നേഹത്തോടെ അബൂ ഹുറൈറയെ വിളിച്ച പേര് പറഞ്ഞു. ശരി, അബൂ ഹുറൈറ എന്ന് പേര് വരാനുള്ള കാരണം അബ്ദുറഹ്മാൻ എന്നാണ്. എന്റെ ഓർമ്മയിൽ അബ്ദുൽ ഷംസ് എന്നായിരുന്നു. നബിയാണ് മുസ്ലിം ആയപ്പോ അബ്ദുറഹ്മാൻ എന്ന് പേര് മാറ്റി. പക്ഷെ അബൂ ഹുറൈറ ആരും അബ്ദുറഹ്മാൻ എന്ന് അറിയപ്പെടാറ്. അതാണ് അബൂ ഹുറൈറയ്ക്ക് കുട്ടിക്കാലത്ത് ചെറിയൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. എപ്പോഴും ഈ പൂച്ചക്കുട്ടിനെ തലോടിയിട്ട് ഇങ്ങനെ അങ്ങനെയാണ് അബൂ ഹുറൈറ എന്ന് പേര് വന്നത്. പക്ഷെ നബി സ്നേഹം കൂടുമ്പോ അബൂ ഹുറൈറയെ അബൂ ഹിർ എന്നാണ് വിളിക്കുക. അബൂ ഹുറൈറ പുല്ലിംഗ, സ്ത്രീലിംഗ, ഹിർ പുല്ലിംഗ. അവിടെ അബൂ ഹുറൈറ പറയാറുണ്ട്, എന്നെ അബൂ ഹിർ എന്ന് വിളിക്കലാണ് എനിക്കിഷ്ടം, കാരണം നബി സ്നേഹത്തോടെ എന്നെ അങ്ങനെ വിളിച്ചത്. നമ്മുടെ ആ അബൂ ഹുറൈറ മരിക്കാൻ കിടക്കും. മർവാൻ ഹക്കിമിന്റെ കാലഘട്ടം അമവി ഭരണം നടത്താം. അപ്പോ അബൂ ഹുറൈറ മരിക്കാനായ സമയത്താണ് അബൂ ഹുറൈറ അങ്ങനെ കരയാൻ തുടങ്ങി. അപ്പൊ ചുറ്റുഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മുഅ്മിനീങ്ങളും ചോദിച്ചു, മാ യുബകീക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ നീ എന്തിനാണ് കരയുന്നത്? നിന്നെ കരയിപ്പിച്ചത് എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അമ്മാ ഇന്നി മാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, നിങ്ങളുടെ ഈ ദുനിയാവ് ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. ഞാൻ ദുനിയാവിന്ന് പോകുകയാണ്, എന്റെ സമ്പത്ത്, എന്റെ കുടുംബം, എന്റെ മക്കൾ എല്ലാത്തിനും വിട്ടു പോകുമല്ലോ, ഇനി ദുനിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ടൊന്നും അല്ല. മറിച്ച് ഞാൻ കരയുന്നത് വലാകിന്നി അബ്കി ലിബഅദി സഫരി, എനിക്ക് പോകാൻ ഒരുപാട് ദൂരം, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി ഞാൻ സഞ്ചരിച്ച് എത്തേണ്ടത് സ്വർഗ്ഗം, ജന്നാത്തുൽ ഫിർദൗസ് എത്തണം. പക്ഷേ വഖില്ലത്തി സാദി, അവിടെ എത്താൻ എന്റെ വിഭവം കുറവാണ്. ഞാനിതാ ഈ മരണസമയത്ത് ഒരു വഴിയുടെ അറ്റത്ത, മരണം മുതൽ വഴി രണ്ടായി പിരിയും. ഒന്നിലേക്ക് അള്ളാഹു എന്നെ എവിടേക്ക് തിരിച്ചുവിടും, ഒന്നിലേക്ക് അള്ളാഹു സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തിരിച്ചുവിടും. അവിടെ നിൽക്കണം ഞാൻ. എന്നെ പടച്ചവൻ എനിക്കറിയില്ല. എന്നെ അള്ളാഹു സ്വർഗ വഴിയിലേക്ക് തിരിച്ചുവിടോ നരക വഴിയിലേക്ക് തിരിച്ചുവിടോ എന്നറിയില്ല. എനിക്ക് സ്വർഗ വഴിയിൽ എത്താൻ, സ്വർഗത്തിൽ എത്താൻ മാത്രം എന്റെ കയ്യിൽ ഭക്ഷണവും ഇല്ല, വിഭവങ്ങളും ഇല്ല, സൽക്കർമ്മങ്ങൾ അത്രമാത്രം ഞാൻ ചെയ്തിട്ടില്ല. അത് ഓർത്തിട്ടാ കരയണം. നിങ്ങൾ ആലോചിച്ചോ. എന്ന് വെച്ചാൽ അവരുടെ മനസ്സെന്താ? ആവോളം പ്രവർത്തിച്ചു, എന്നിട്ടും പോരാ പോരാ പോരാ.
നമ്മൾ ഈ അബൂ ഹുറൈറ ആരാണെന്ന് അറിയോ? ശരിക്കറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്കറിയില്ലേ, അറിവിനായി നബിയുടെ കൂടെ സേവനം അനുഷ്ഠിച്ച ഒരു മഹാന്. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അബൂ ഹുറൈറയാണത്രേ ആ കാലഘട്ടത്തിൽ നബിയിൽ നിന്ന് കൂടുതൽ ഹദീസുകൾ മനഃപ്പാഠമാക്കുകയും അത് നമുക്ക് ഉദ്ധരിച്ചു തരികയും ചെയ്ത സ്വഹാബി അബൂ ഹുറൈറയാണ് ഇമാം ഷാഫിഈ പറയുന്നത്. അപ്പൊ നബിന്റെ സുന്നത്ത് വലിയൊരു ഭാഗം സംരക്ഷിക്കപ്പെട്ടത് ആരിലൂടെയാണ്? അബൂ ഹുറൈറയിലൂടെ. അപ്പൊ ഇസ്ലാമിന് വേണ്ടി അബൂ ഹുറൈറയെ പോലെ സേവനം നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒരു ഹദീസ്, ഒരു ആയത്ത് നമ്മൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കുക. പക്ഷെ അദ്ദേഹം ഇസ്ലാമിന്റെ സിംഹ ഒരുപാട് വലിയ ഭാഗങ്ങളാണ് അദ്ദേഹത്തിലൂടെ സംരക്ഷിക്കപ്പെട്ടത്. ആ അബൂ ഹുറൈറ എന്ത് ചെയ്യുന്നത്? പരലോകത്ത് സ്വർഗത്തിൽ എത്താൻ വേണ്ട അമല് എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് കരയുന്നത് കഴിഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹത്തിന്റെ ആരാധന എങ്ങനെ അറിയും? ആരാധന അതുപോലെ അബൂ ഹുറൈറ ധാരാളമായി നമസ്കരിക്കുകയും നോമ്പ് കൊടുക്കുകയും അള്ളാഹുവിനെ ദിക്റെടുക്കുകയും ഖിയാമുൽ ലൈൽ നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അബൂ ഹുറൈറ തന്നെ അബൂ ഹുറൈറയുടെ രാത്രി പകൽ എന്താണ് ചില പള്ളിയും ദീനും നബിന്റെ കൂടെയാണ്. പകൽ മുഴുക്കെ നബിന്റെ കൂടെ നബിയിൽ നിന്ന് ദീന് പഠിക്കാതെ ജനങ്ങളെ പഠിപ്പിക്കാതെ മനഃപ്പാടാക്കുക, ഇങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതം. ഇനി രാത്രി അവർ വെറുതെ ഇരിക്കില്ല. രാത്രി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാധന പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ രാത്രിയെ 3 ഭാഗം, രാത്രിയുടെ 3 ഭാഗം, ആദ്യ ഭാഗം, മധ്യഭാഗം, അവസാന ഭാഗം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഒരു ഭാഗം എന്ന് വെച്ചാൽ രാത്രിയുടെ ആദ്യ ഭാഗത്ത് ആരും ഉറങ്ങും, ഞാൻ ഉറങ്ങും. അപ്പൊ എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും? ഒരു 2-2.5 മണിക്കൂർ. പിന്നെ നീക്കും. രാത്രിയിലെ ഒരു ഭാഗം, 1/3 ഭാഗം ഉറങ്ങി, മറ്റൊരു ഭാഗം എന്ത് ചെയ്യണോ? നിന്ന് നമസ്കരിക്കും. അങ്ങനെ രാത്രിയുടെ മറ്റൊരു ഭാഗത്തെയും നബി വചനങ്ങള് ഞാൻ ഇങ്ങനെ നബി പറഞ്ഞതൊക്കെ നബി വചനം മറക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഞാൻ ഓർമ്മിക്കും. കാരണം അതുകൊണ്ടാണ് അബൂ ഹുറൈറ നബി പറഞ്ഞ വചനങ്ങളില്ലേ, അതിനെ ഓർക്കണ്ടേ, അതിനെപ്പറ്റി ചിന്തിക്കുക. നബി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് ചെയ്തിട്ടുണ്ടോ, ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്? രാത്രിയിൽ അബൂ ഹുറൈറ ചെറിയൊരു ഭാഗം ഉറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ഭാഗം നമസ്കരിക്കുകയും നബി വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. ഇനി നോക്കണേ, അബൂ ഹുറൈറയുടെ വീട്, അബൂ ഹുറൈറയുടെ വീടില് രാത്രി എങ്ങനെയാണ്? റമളാനല്ല, റമളാൻ അല്ലാത്ത ദിവസം. അപ്പൊ റമളാൻ എങ്ങനെ ഉണ്ടാവുന്നു നിങ്ങൾ ഓർത്താൽ മതി. റമളാൻ അല്ലാത്ത ദിവസം അബൂ ഹുറൈറയുടെ വീട്ടിൽ നമ്മുടെ അബൂ ഹുറൈറ ശ്രദ്ധിക്കുക, ഭാര്യ, മോൾ, ഇവര് 3 ആൾ എന്ത് ചെയ്യുന്നറിയോ? ഷിഫ്റ്റ്. അബൂ ഹുറൈറയുടെ രാത്രിയില് അബൂ ഹുറൈറയുടെ വീടിലെ ആരാധനയുടെ ആ ഷെഡ്യൂൾ പറയും. അബൂ ഹുറൈറ യുസല്ലി സുലുസുൽ ലൈലി, രാത്രിയിലെ ഒരു ഭാഗത്ത് ആര് നമസ്കരിക്കും? അബൂ ഹുറൈറ നമസ്കരിക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വംറഅത്തുഹു സുലുസൻ, അബൂ ഹുറൈറ നമസ്കാരം കഴിഞ്ഞാൽ ആ വീട്ടിൽ ആര് നമസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും? അബൂ ഹുറൈറയുടെ ഭാര്യ നമസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും. അബൂ ഹുറൈറയുടെ ഭാര്യ ഒരു രാത്രിയിൽ മറ്റൊരു ഭാഗത്ത് നമസ്കരിച്ച് അത് അവസാനിക്കുമ്പോ ആര് എണീക്കും? അബൂ ഹുറൈറയുടെ മോള് മറ്റൊരു ഭാഗത്ത് നമസ്കരിക്കും. വല്ല പിടുത്തം കിട്ടിയ ഒരാളല്ലെങ്കിൽ മറ്റൊരാളായി അബൂ ഹുറൈറ റിലേ കണ്ടല്ലോ, റിലേ ഓട്ടം കണ്ടില്ലേ അല്ലേ? 400 മീറ്റർ റിലേ അല്ലെ, 4 പാർട്ടിസിപ്പൻസ് അല്ലെ, 100 മീറ്ററിന്റെ പോയിന്റിൽ ഓരോരുത്തർ നിൽക്കും, ഓടിയിട്ട് ബാറ്റൺ അടുത്ത് അങ്ങ് കൊടുക്കും. അബൂ ഹുറൈറ നമസ്കരിച്ച് കഴിയുമ്പോൾ ഭാര്യ അവിടെ തുടങ്ങി, ഭാര്യയുടെ കഴിയുമ്പോൾ മോള് തുടങ്ങി, സുബഹി മതി എന്ന് വെച്ചാൽ അബൂ ഹുറൈറയുടെ വീട്ടിൽ രാത്രി കാലങ്ങളിൽ ഖുർആൻ ഓതി നമസ്കാരം മുറിയുന്ന ഒരു സെക്കൻഡ് ഇല്ല. മുഴു സമയത്തും ആ വീട് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി നമസ്കരിച്ച വീട്. എത്ര ഹൈറായ വീട്! നമ്മുടെ വീട്ടിൽ കൂടുതൽ നടക്കുന്നത് എന്താ? ഉറക്കം വരുവോളം സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ന്യൂസാണ്. പക്ക പരദൂഷണം. ഏഷ്യൻ ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോ അവൻ ഇവനി പാരമക്കളും കുത്തലും ഒക്കെ
എങ്ങനെ സമയം എങ്ങനെ ബാധിച്ചു? അവര് ശരിക്കും ഇപ്പോ അബൂഹുറൈറ ഒരു ഭാഗത്ത് ഉറങ്ങും, മറ്റൊരു ഭാഗത്ത് അബൂഹുറൈറ നമസ്കരിക്കും, പിന്നെ അവസാന ഭാഗത്ത് നബിന്റെ ഹദീസ്. അപ്പൊ മറ്റൊരു ഇവർ ഷെഡ്യൂളിക്കുന്ന ഓരോ ദിവസം ചിലപ്പോൾ ആദ്യ ഭാഗത്ത് അബൂഹുറൈറ, മധ്യഭാഗത്ത് ഭാര്യ മോള്, പിറ്റേ ദിവസം റീഷെഡ്യൂൾ ചെയ്യും, ഭാര്യ ആദ്യ ഭാഗത്ത്, അബൂഹുറൈറ മധ്യഭാഗത്ത്, മോളെന്ത് ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യും. ഓരോ ദിവസം ഇവരെന്ത് ചെയ്യും, ശരിക്കും പഠിക്കുകയാണ്. ഇന്ന് ആരാണ് ആദ്യ ഭാഗത്ത് നമസ്കരിക്കുക? മോള് ഞാനാക്കാം. ആരാണ് മധ്യഭാഗത്ത്? ഭാര്യ. അവസാന ഭാഗത്ത് ഞാൻ. അപ്പൊ ഹദീസ് ഓർക്കൽ മറ്റൊരു സമയത്തേക്ക് മാറ്റും. അങ്ങനെ ഇവര് ശരിക്കും രാത്രി ഇങ്ങനെ, നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല, പഠിക്കാറില്ല, ആരാധനകളെ കുറിച്ച് ആലോചനയില്ല. ഇത് റമദാൻ ഇല്ലാത്ത ദിവസമാണ്. അപ്പൊ റമദാൻ എങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇത് നമ്മുടെ പകലെടുത്ത് നോക്കാം, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് മുടക്കാറേ ഇല്ല. നമ്മൾ നോമ്പായിട്ടുള്ള ബന്ധം റമദാൻ കഴിഞ്ഞാൽ പിന്നെ തൊലാഖ് എല്ലു വരും, പിന്നില്ല. ഇത് നോക്കണേ, അദ്ദേഹത്തിന്റെ തസ്ബീഹ്, അള്ളാഹുവിന്റെ തസ്ബീഹ് അല്ലെ, അള്ളാഹ് വാഴ്ത്ത, അള്ളാഹിന്റെ പരിശുദ്ധിയെ വാഴ്ത്ത, നമുക്ക് അത്ഭുതപ്പെട്ടു. അങ്ങനെ കാന യുസബ്ബിഹു ഫീ കുല്ലി യൗമിൻ 12,000 തസ്ബീഹ്. ഒരൊറ്റ ദിവസം 12,000 തവണ തസ്ബീഹ് ചെയ്യും. 12,000 പറയും. നമ്മൾ ഈ മോന്തി ആകുമ്പോഴേക്ക് എത്ര തവണ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിട്ടുണ്ടാവും? കൃത്യമായി രാവിലെ 100, വൈകിട്ട് 100 ചെല്ലുന്നവര് 200. പക്ഷെ അബൂ ഹുറൈറ ഒരു ദിവസം തീരുമ്പോഴേക്കും 12,000 അതിന്റെ മുകളിൽ കടന്നുണ്ടാവും. ഈ അബൂ ഹുറൈറയാണ് മരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞ് കരയണത്? എനിക്ക് പോകാൻ ഒരുപാടുണ്ട് എന്റെ കയ്യിൽ, അതിനുവേണ്ട ഇബാദത്തില്ല, സൽക്കർമ്മങ്ങളില്ല, പോരാ പോരാ എന്നുള്ള മനസ്സ്. അതുകൊണ്ടാണ് മരിക്കണവരെ അവരെന്ത് ചെയ്തത്? സൽക്കർമ്മനിരതരായത്. അവർ ആ സൽക്കർമ്മം ഈമാനോടെ ചെയ്യാനാണ് ഈ മരണചിന്ത എപ്പോഴും അവരുടെ കൂടെ കൊണ്ട് നടന്നത്. ഇത് വിട്ടുപോയതിന്റെ കൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് മരണചിന്ത പോയാൽ നമ്മളും എന്ത് ചെയ്യും? ഇബാദത്തിൽ അലസരാകും. അതുകൊണ്ട് മഹന്മാരായ പണ്ഡിതന്മാർ എപ്പോഴും മരണത്തെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന 3 ഗുണങ്ങളുണ്ട്. അത് ഇല്ലാതായി നമ്മളിൽ ഉണ്ടാകുന്ന 3, നമ്മൾ നഷ്ടപ്പെടുത്തു പോകുന്ന 3 കാര്യങ്ങളുണ്ട്. നോക്കണേ, ആരാണോ മരണചിന്ത വർദ്ധിപ്പിക്കുന്നത് അവൻ 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും. 1, താജീലു തൗബ, പശ്ചാത്തപിക്കൽ, ധൃതി കാണിക്കും. എപ്പോഴും അയാളുടെ നാവിൽ മരണം, ഞാൻ മരിക്കാറായി എന്ന് ചിന്തിച്ചാൽ ഇതിങ്ങനെ ഇടതടവില്ലാതെ പുറത്ത് കിട്ടണം മരിക്കണതിന് മുമ്പ്. 1. 2, കൽബിൽ തൃപ്തി ഉണ്ടാവും, ഉള്ളത് കൊണ്ട് തൃപ്തി. ദുനിയാവത്ര കിട്ടിയ ഒപ്പൻ ഇത് മതി, ഞാൻ ഇപ്പൊ അടുത്ത നിമിഷം മരിക്കണം, ഈ ലക്ഷണങ്ങളോട് ഈ ഒന്നും കാര്യമില്ല, പോട്ടെ സാധനം തൃപ്തി ഉണ്ടാവും. 3, വനശാത്തുൽ ഇബാദ, ആരാധനകളിൽ ഭയങ്കര ഉന്മേഷമായി, നല്ല ഉത്സാഹത്തോടെ അല്ലാഹു നമസ്കരിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് മരണചിന്തയിലൂടെ നമ്മൾ തഖ്വ ചർച്ച ചെയ്യണം. ഇനി ആരാണോ വമൻ നസിയൽ മൗത്ത്, മരണത്തെ ആര് മറക്കുന്നോ അവന്റെ 3 കാര്യങ്ങൾ നഷ്ടപ്പെടും. 1, തസ്ബീഹു തൗബ, തൗബ മാത്രം ഉണ്ടാവില്ല, ഇസ്തിഗ്ഫാർ തേടുന്ന അവന് ഉണ്ടാവില്ല, അത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കൊടുത്തത് എന്തോ അതിൽ തൃപ്തി ഒന്നും ഉണ്ടാവില്ല, പോരാ പോരാ, ദുനിയാവ് പോരാ എന്നോട്ട് ദുനിയാവിന്റെ പിന്നാലെ കൊടുക്കും. അപ്പൊ പരലോകത്തിൽ ഇബാദത്ത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. 3, ആരാധനകൾക്കൊക്കെ ഒരു തരം മടി. അപ്പൊ നമ്മുടെ മരണചിന്ത ഉണ്ടെങ്കിൽ നമ്മുടെ തൗബ, ഇസ്തിഗ്ഫാർ തേട്ടം, ധൃതി കൂട്ടി നമ്മൾ എന്ത് ചെയ്യും? തൗബ ചെയ്യും. ഉള്ളതുകൊണ്ട് തൃപ്തി കിട്ടും, ആരാധനകളിൽ ഉന്മേഷമുണ്ടാകും. അതുകൊണ്ടാണ് മഹാന്മാരായിട്ടുള്ള ത്വാബികളും സ്വഹാബത്തും ത്വാബികളും മരണചിന്ത വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നമുക്കറിയില്ലേ, പ്രമുഖനായ ഒരു ത്വാബി ആണ് റബീഅ ഇബ്നു ഹുദൈം. കേട്ടിട്ടുണ്ടോ? റബീഅ ഇബ്നു ഹുദൈം കേട്ടിട്ടുണ്ടോ? ത്വാബിയാണ്. ത്വാബി പറഞ്ഞാൽ ആരാ ത്വാബി? സ്വഹാബത്തിന്റെ പിൻഗാമി, വലിയ സ്വഹാബത്തിന് മാത്രം. നോക്കണേ, ഈ റബീഅ ഇബ്നു ഹുദൈം എന്ന് പറഞ്ഞാല് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഭയങ്കര ഒരു കൂട്ടാളിയാണ്. ആര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ്. ആരാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്? അതുകൂടി അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഖുർആൻ മഹാപണ്ഡിതന്മാരുടെ പേരായി 4 പേരെ പറഞ്ഞു. വഹിയെഴുത്തുകാർ വേറെ. ഖുർആൻ മഹാപണ്ഡിതൻ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ഓതിത്തന്നതുപോലെ ഖുർആൻ ശരിക്ക് പഠിക്കണോ മനസ്സിലാക്കണോ നിങ്ങൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിൽ നിന്ന് പഠിച്ചോ. 1-ാം സ്ഥാനം ഇബ്നു മസ്ഊദ് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ആളാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഭിന്നശേഷിക്കാരനാ. മെലിഞ്ഞൊട്ടിന്റെ അസ്ഥി കൂടത്തിൽ തോല് ചുറ്റിയ പോലെ കാലിന് ശേഷി, കാറ്റടിച്ച പറന്നു പോകും, അത്രക്ക് ശേഷിയില്ല. പക്ഷെ മഹാപണ്ഡിതൻ. ഇതുപോലൊരു സദസ്സിന് ഇരിക്കുകയാണെങ്കിൽ നബി നമ്പർ 1 ഖുർആൻ പണ്ഡിതനാണ് തിരിച്ചറിയുക. ആ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ സന്തത സഹചാരിയായിരുന്നാല് അവനും അത് വേറെ വഹിയെഴുത്തുകാരൻ. അത് 4-ാം സ്ഥാനം. പിന്നെ സാലിം മൗല അബൂ ഹുദൈഫ ഉണ്ട്. അങ്ങനെ നോക്കണേ, ഈ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിനെ ആര് കണ്ടിട്ടുണ്ട്? റബീഅ ബിൻ ഹുസൈബ്. അതുകൊണ്ട് തന്നെ റബീഅ ബിൻ ഹുസൈബിനോട് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എപ്പോഴും പറയാറുണ്ട്, റബീഅ, നിന്നെ നബി കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിന്നെ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പൊ നബി ഇഷ്ടപ്പെടാൻ വേണ്ട എല്ലാ നന്മകളും ചെയ്ത മഹാനാണ് ആര്? റബീഅ ബിൻ ഹുസൈബ്. അദ്ദേഹം നിങ്ങൾ നോക്കണേ, മരണത്തിന്റെ ചിന്ത വിട്ടുപോകാതിരിക്കാൻ അദ്ദേഹം എന്താ ചെയ്യാറെന്നറിയാം. നിങ്ങൾ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കടക്കുന്ന മുറിയിൽ ഒരു കവർ കുറിച്ചു. അദ്ദേഹത്തിന് കടക്കൽ മുറിയിൽ ആകെയുള്ള സ്ഥലം ഒന്ന് മുസല്ലട, നമസ്കരിക്കാനുള്ള മുസല്ലടാനുള്ള സ്ഥലം. അപ്പൊ അവിടെ ഒരു മുസല്ലട്ട് വെച്ചിട്ടുണ്ട്, തൊട്ടടുത്തൊരു കവറും കുടിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലിങ്ങനെ ഒരു ഹൃദയത്തിനൊരു കാഠിന്യം തോന്നണം. ഒന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അവരിങ്ങനെ സ്വയം ആലോചിക്കണമെങ്കിൽ ആരാധനയിൽ കുറച്ച് ഉത്സാഹം കമ്മിയായിട്ടുണ്ടാവും. അങ്ങനെ തോന്നിയാൽ ഉടൻ ഇദ്ദേഹം അറിയോ, ആ കവറിൽ ഇറങ്ങി കടക്കും. അങ്ങനെ കുറെ സമയം ആ കവറിൽ ഇറങ്ങി കടന്നിട്ട് അദ്ദേഹം മനസ്സിലിങ്ങനെ അദ്ദേഹം കവറിൽ മരിച്ചു കിടക്കുന്നത് മനസ്സിൽ ഓർക്കും. ശരിക്കും മരിച്ചു എന്നാണ് ഓർക്കും. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് കരയും. ആ കബറിൽ കടന്നിട്ട് അദ്ദേഹം കരഞ്ഞു പറയും, അള്ളാഹുവേ, എന്നെ ദുനിയാവിലേക്ക് തിരിച്ചയക്കോ, ഞാൻ ഉപേക്ഷ വരുത്തിയ നന്മകളൊക്കെ ചെയ്യാമെന്ന് കുറെ നേരം കബറിൽ കടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് അദ്ദേഹം മനസ്സിൽ അദ്ദേഹം തന്നെ എന്ത് ചെയ്യും? 7 അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം. നോക്കണേ, അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ കബർന്ന് എഴുന്നേൽക്കും. കുറെ 1-2 മണിക്കൂർ കണ്ടിട്ട് എഴുന്നേറ്റ് റബീനോട് പറയുന്നത്, നിന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു, നിനക്ക് അള്ളാഹു ഭൂമിയിലേക്ക് ആയുസ് തിരിച്ചു തന്നു. അതാണ് മനസ്സ്. ഒരിക്കലും ഇനി മടങ്ങി വരാത്തൊരു യാത്ര നീ പോകും. ഇപ്പൊ നീ കബറിൽ കടന്നപ്പോ നിനക്ക് എന്ത് ചെയ്യാം? കബറിന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ലേ? പക്ഷേ നിന്റെ നാട്ടുകാർ നിന്റെ മയ്യത്ത് കബറിൽ വെക്കും. പിന്നെ നിനക്ക് തിരിച്ചു ഇതുപോലെ വരാൻ കഴിയില്ല കേട്ടോ. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു മരണവും ഒരു കബറടക്കവും നിനക്ക് വേണ്ടി നടക്കും. അതിനു മുമ്പ് ഇപ്പൊ കിട്ടി ഈ പകൽ, ഇപ്പൊ കിട്ടി ഈ രാത്രി, നന്നായി പണിയെടുത്തോ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം രാത്രി മുഴുവൻ അല്ലാഹുവിനെ ആരാധിച്ച് ആരാധനയിൽ കഠിനാധ്വാനം ചെയ്യും. നിങ്ങൾ ആലോചിച്ചു ഇദ്ദേഹത്തിന്റെ ആരാധന എങ്ങനെയെന്നറിയും. ഒരു ദിവസം ഉമ്മ വളരെ വഴുകിയിട്ട് ഇങ്ങനെ മോനിങ്ങനെ ഇരുന്ന് കരയും. ഏതമ്മാന്റെ കൽബ് പടയൂലേ, എന്താ മോനെ നീ ഉറങ്ങിയില്ല? നീ ഇല്ലമ്മ, രാത്രിയായ പേടിയുള്ള മനുഷ്യൻ, രാത്രി വന്ന പേടിക്കുന്ന മനുഷ്യന്മാർ എങ്ങനെ ഉറങ്ങമ്മ? അപ്പോ ഉമ്മ പോയി. പിന്നെ ഈ അർദ്ധരാത്രി കഴിഞ്ഞപ്പോ മകന്റെ ഒരു തേങ്ങനെ കൈകിട്ടല്ല, അതുപോലെ കരണ്ട് കുളിച്ചൊന്നുമില്ലല്ലോ, ഒരു തേങ്ങൻ. അപ്പൊ മോനോട് ചോദിച്ചു, മോനെ എന്താ നീ ഉറങ്ങിയില്ലേ? നീ ആരെങ്കിലും കൊന്നോ? അപ്പൊ റബീഅ ബിൻ ഹുസൈബ് പറയുന്നുണ്ട്, ഉമ്മാ, ഞാൻ ഒരാളെ കൊന്നു. അപ്പൊ മോനെ ഒരു കാര്യം ചെയ്യാം, അവരാരാണ് നീ കണ്ടുപിടിക്കും. എന്നിട്ട് അവരോട് പോയിട്ട് അവരുടെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കും. അപ്പൊ അവരെ നിനക്ക് വിട്ടുവീഴ്ച തരും. അല്ലെങ്കിൽ നീ അവരോർത്ത് ആ ഒരു കുടുംബത്തിലെ ആളെ കൊന്നത് ഓർത്തിട്ട് നിന്റെ ഈ കരച്ചിൽ കണ്ടാൽ അവര് നിന്നോട് കരുണ കാണിക്കും. അപ്പോൾ റബീഅ ബിൻ ഹുസൈബ് പറയുന്നുണ്ട്, ഉമ്മാ, ഞാൻ കൊന്നു,
ഞാൻ എൻ്റെ മനസ്സിനെയാണ് കൊന്നത്, പാപങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ കൊന്നു. മരുന്നൊരു പാപം ചെയ്യാത്തൊരു മഹാസാധുവാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. എന്താ പറഞ്ഞത്? റബീഅയെ, നിന്നെ നബി കണ്ടിരുന്നെങ്കിൽ നിന്നെ നബിക്ക് ഉറപ്പായി ഇഷ്ടം. നബിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ട സർവ്വ ഗുണങ്ങളും മൊത്ത നബിനെ കാണാത്തോണ്ട് സ്വഹാബിയായില്ല, താബിഈൻ. ആ മഹാനവറുകളാണ് രാത്രി എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും പാപങ്ങൾ അറിയാതെ സംഭവിച്ചിട്ടുണ്ടോ എന്നോർത്ത് കരയണം. തൊട്ടടുത്ത് ഖബറുണ്ട്. നിങ്ങൾ ഞാനൊക്കെ ആലോചിച്ച് നോക്ക്. അവരുടെയൊക്കെ മുമ്പിൽ നമ്മുടെയൊക്കെ ഇബാദത്ത് എത്ര വരും എന്നിട്ട് നമുക്ക് കരച്ചിൽ വരുന്നില്ല. നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരോർത്ത്? നമ്മുടെ മക്കളോർത്ത് കരഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് അസുഖം വന്നപ്പോൾ കരഞ്ഞിട്ടുണ്ട്. ഉമ്മ മരിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. ഉപ്പ മരിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ വിട പറഞ്ഞപ്പോൾ കരഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും അള്ളാഹിനോർത്ത്, അള്ളാഹിന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്ത നന്ദി കുറഞ്ഞുപോയി, ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് നന്ദികേട് കാണിച്ചു എന്നോർത്ത് കരഞ്ഞിട്ടുണ്ട് എന്റെ കൂട്ടരെ. നിങ്ങൾ ആലോചിക്കുക. ഒരു കവി പറഞ്ഞു, മനുഷ്യ, ഈ ദുനിയാവിൽ നിന്ന് ഇബാദത്തുകളും അമലുകളാകുന്ന വിഭവങ്ങൾ നീ സമ്പാദിക്കും. കാരണം നിനക്ക് അറിയില്ല കേട്ടോ. രാത്രിയായാൽ പ്രഭാതമാകുമോ നിനക്കറിയില്ല. ഇപ്പൊ നമ്മൾ അള്ളാഹുവിലെ രാത്രിയിൽ എത്തിച്ചേർന്നു. നാളെ ഫജ്റിന് ഞാൻ എഴുന്നേൽക്കും, സുബഹിക്ക് പള്ളിയിലേക്ക് വരാൻ ഞാൻ എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് എന്റെ കൂട്ടരെ? അറിയില്ല. നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാകാം. അങ്ങനെയാണ് ജീവിതം അല്ലെ? ആ ഒരു പോക്ക് വല്ലാത്തൊരു പോക്ക്. ആ ദിവസയിൽ നമ്മൾ പലതവണ കണ്ടതാണ്. വല്ലാത്തൊരു വെറുപ്പാണ്. നമ്മളും പോകും. രാവിലെ ആയാൽ മോന്തിയാകുന്ന പ്രതീക്ഷിക്കേണ്ട, രാത്രിയായാൽ പ്രമാദമാകുന്ന പ്രതീക്ഷ. കിട്ടുന്ന ഓരോ മിനിറ്റും സെക്കൻഡും നീ നന്മകൾ സമ്പാദിച്ചോ. നിന്റെ കൂടപ്പറപ്പിന്റെ പോലെ രക്ഷക്കാർ ഇബാദത്തും സൽക്കരങ്ങളെ ഉണ്ടാവും. سيبقى اشتياقي لكم في الباقي وإن عز عندي سلام فراقي فلا لا تقول لقلبي وداعا وقولوا قريبا يحين التلاقي وقولوا قريبا يحين التلاقي سيبقى اشتياقي لكم في الباقي وإن عز عندي سلام الفراق فلا لا تقولوا لقلبي وداعا وقولوا قريبا يحين التلاقي وقولوا قريبا يحين التلاقي. സഹോദരങ്ങളെ, ഒരു ദിവസം ഹക്കായി നമ്മുടെ മേലും മണ്ണ് വീഴും. മാലിക് ഇബ്നു ദീനാർ പറയുന്നുണ്ട്, ഇന്നഹാദൽ ലൈല വന്നഹാർ, ദാ ഈ രാത്രിയും പകലുകളുടെ ഖസാനത്താണ് ഈ രണ്ട് ഖജനാവുകളാണ്, രണ്ട് പെട്ടികളാണ്. ഫദ്റു, നിങ്ങൾ നോക്കണം, നിങ്ങൾ ആലോചിക്കും, മാ തദഊന ഫീഹിമ, ഓരോ രാത്രിയിലും പകലും നിങ്ങൾ എന്താണ് ഇട്ടത് എന്ന് നോക്കി. ഇതാ കഴിഞ്ഞ പകലിൽ എന്തിട്ടു? നമ്മൾ ഇട്ടത് എന്താ? കുറേ സോഷ്യൽ മീഡിയയിൽ പലതും കണ്ടു. അതൊക്കെ പാപങ്ങളായിട്ട് പാപങ്ങളിട്ടു. അതിനിടയിൽ നമസ്കരിച്ചു. പക്ഷെ ഈമാനോടുള്ള നമസ്കാരമല്ലേ അവിടെ കാണുള്ളൂ. അങ്ങനെ മാലിക് ഇബ്നു ദീനാർ നമുക്ക് പങ്ക് കൊടുത്തിട്ട് ബാക്കി പറഞ്ഞു. നമ്മൾ കിട്ടുന്ന പൈസ ഒക്കെ ബാങ്കിൽ, ഇന്ത്യയിലെ CDM-ൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യില്ലേ? അല്ല, ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം. എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബാങ്ക് ബാലൻസ് ഇടക്കിടക്ക് ചെക്ക് ചെയ്യൂലേ? 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം അല്ലേ? നമ്മൾ കരുതൽ. നിങ്ങൾ ആലോചിച്ചൊക്കെ അതന്നല്ലേ മാലിക് ഇബ്നു ദീനാർ പറയുന്നത്? ഇന്ന് ഈ കഴിഞ്ഞ പകലിൽ എന്ത് നിക്ഷേപിച്ചു? ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടതൊക്കെ നിക്ഷേപിച്ചോ? വീഴ്ചകളുണ്ടോ? ആ ചിന്തയാണ് രാത്രിയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നുണ്ടോ പ്രേരിപ്പിക്കുക. നമ്മുടെ റമദാനിൽ നമ്മുടെ ആ നിക്ഷേപം വർദ്ധിപ്പിച്ചിരുന്നു അല്ലേ? നമ്മുടെ നിക്ഷേപം നല്ലോണം വർദ്ധിപ്പിച്ചിരുന്നു.
നമ്മുടെ റമദാനിന് ശേഷം അത് നശിപ്പിക്കുന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ശരിക്കും റമദാൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ നിക്ഷേപിച്ചത് നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ നിക്ഷേപം പരലോകത്തിലേക്കുള്ള നന്മയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഇന്ന് ആലോചിച്ചു എങ്ങനെയാണ് റമദാൻ കഴിഞ്ഞപ്പോ നമ്മുടെ ഈ നന്മയോടുള്ള ആവേശം എങ്ങനെ കുറയുക? നമ്മളറിയില്ല, ശരിക്ക് ഈ സൗം എന്ന വാക്കിന്റെ ഒരർത്ഥം എന്താ? കാട്ടിൽ നിന്ന് വേട്ടയാടി പിടിച്ച കുതിര, അതിന് ഈ പരിശീലനം കൊടുക്കും. പരിശീലനം അതിന് പറയുന്ന വാക്കാണ് സൗം. അതിന് ശരിക്കും നെരുക്കി എന്ത് ചെയ്യുന്നു? പരിശീലനം. ആ വാക്കാണ് സത്യത്തിൽ റമദാൻ നമുക്ക് എന്താണ് പരിശീലനം തന്നത്? നന്നായി നല്ല സംസാരം പരിശീലിപ്പിച്ചു. ഖിയാമുൽ ലൈൽ പരിശീലിച്ചില്ലേ? രാത്രി നമസ്കാരം. ആലോചിച്ചൊക്കെ ഇങ്ങനെ നന്മകൾ ധാരാളം. ഒരു മാസത്തെ ട്രെയിനിങ് ഇപ്പൊ പട്ടാളക്കാര് അല്ലെങ്കിൽ പോലീസുകാര് അല്ലെ പരിശീലനം കൊടുക്കും. ഇപ്പൊ നമ്മൾ ഈ ചില കാര്യങ്ങൾ ചില കോഴ്സ് എടുക്കുന്നവരിലെ എത്ര 20 ദിവസത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ 30 ദിവസത്തെ ട്രെയിനിങ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടെ ആ ജോലിക്ക് അയാൾ യോഗ്യനായി. നമ്മൾ 30 ദിവസം അല്ലെങ്കിൽ 21 മാസം നന്മയിൽ പരിശീലനം കിട്ടിയ നമ്മൾ ആ പരിശീലനം കഴിഞ്ഞിട്ട് ഇറങ്ങി നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങുന്നവരാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പരിശീലനം ട്രെയിനിങ് പക്കക്കുളമാണ്. നമ്മൾ പരിശീലിച്ചിട്ടില്ല. അതൊരു ആവേശത്തിന്റെ പുറത്ത് മാത്രം ചെയ്ത അങ്ങനെ ആകാൻ പാടില്ല. ശരിക്കും റമദാൻ കഴിഞ്ഞാലാണ് അത്ര കൂടുതൽ നന്മകൾ നമ്മൾ ചെയ്യേണ്ടത്. എങ്കിലാണ് കഴിഞ്ഞ നമ്മുടെ ഇബാദത്ത് സ്വീകരിച്ചോ ഇല്ലയോ അതിന്റെ ഒരു അടയാളത്തിൽപ്പെട്ടതാണ് അത്ര. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മിൻ അലാമത്തി ഖബൂൽ ലിസ്വിയാം വൽ ഖിയാം യകൂനു ഹാലുൽ അബദി ബഅദ സിയാം അഫ്ളു മിൻ ഹാലിഹി ഖബല റമദാൻ. അപ്പോൾ നമ്മുടെയൊക്കെ റമദാനിലെ ഒരു മാസത്തെ ഇബാദത്ത്, നോമ്പ്, രാത്രി നമസ്കാരം സ്വീകരിച്ചോ ഇല്ലേ നമുക്കെന്നെ പരിശോധിക്കാം കേട്ടോ. ഇത് സ്വയം ഒരു ആത്മവിചാരണയാണ്. അദ്ദേഹം പറയുന്നത് മിൻ അലാമത്തി ഖബൂലി ലിസ്വിയാം വൽ ഖിയാം, നോമ്പും രാത്രി നമസ്കാരവും സ്വീകരിച്ചു എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അയ്യകൂന ഹാലുൽ അബ്ദി, ഒരു അടിമയുടെ അവസ്ഥയായിരിക്കും. ബഅദ സിയാമി, നോമ്പിന് ശേഷം ഒരാളുടെ നോമ്പിന് ശേഷമുള്ള അവസ്ഥ ശരിക്കും കേൾക്കുക. അഫ്ളു മിൻ ഹാലിഹി ഖബല റമദാൻ, റമദാനിന് മുമ്പ് ഇയാളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അതിനേക്കാളും കൂടുതൽ ഇബാദത്തിൽ മെച്ചപ്പെട്ടവനായിരിക്കും. എങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ നമ്മുടെ റമദാനിലെ ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചു. ഇല്ല, മനസ്സിലായോ? ഇപ്പൊ ഈ റമദാൻ കഴിഞ്ഞപ്പോ റമദാനിന് മുമ്പ് നമ്മൾ ഖിയാമുൽ ലൈൽ രാത്രി നമസ്കരിക്കാത്ത ഒരാളാണ് എന്ന് വിചാരിക്കും. നിങ്ങൾ റമദാൻ കഴിഞ്ഞപ്പോൾ അതാണ് പതിവാക്കി. അതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട ഒരു കൂടുതൽ. ഇപ്പൊ റമദാൻ എത്ര ജ്യൂസ് ഓതി? ഒരു ദിവസം എത്ര ജ്യൂസ് ഓതി? 1. റമദാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ റമദാനിൽ ഒരു ദിവസം 1 ജ്യൂസ് ഓതിയെങ്കിൽ റമദാൻ കഴിഞ്ഞ് 2 ജ്യൂസ് ഓതുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞത് സ്വീകരിച്ചു. മറിച്ചാണെങ്കിൽ പ്രയാസമാണ്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. റമദാൻ കഴിഞ്ഞിട്ട് നോമ്പ് കഴിഞ്ഞാൽ നോമ്പിന്റെ മുമ്പുള്ളതിനേക്കാളും നമ്മുടെ ജീവിതം നന്മയിലെ ജീവിതം കൂടുതൽ ബെറ്ററാണ്. നമ്മുടെ വിശുദ്ധിക്ക് സ്വയം വിട്ടത് റമദാൻ മുതലേക്ക് അതിനേക്കാൾ ഒരു 7 അധികം. റമദാനിൽ 45 മിനിറ്റാണ് തറാവീഹ് നമസ്കരിച്ചതെങ്കിൽ അത് 1 മണിക്കൂർ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. നമ്മളിങ്ങനെ ആലോചിച്ചു. അവ സത്യത്തിൽ റമദാനിന് ശേഷമാണ് നന്മയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ സജീവമാണ്. അപ്പോഴാണ് കഴിഞ്ഞ ഇബാദത്ത് അത് കൂടുതൽ പ്രതിഫലാർഹമായി മാറും. ഇപ്പൊ നമ്മുടെ ഹസൻ ബസ്രി താബിഈ വലിയ പണ്ഡിതനാണ്. താബിഈ എന്നറിയില്ല, താബിഈ സ്വഹാബത്ത് വളർത്തിയ സ്വഹാബത്തിന്റെ ശിഷ്യനാണ്. താബിഈ വലിയ പണ്ഡിതനാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി. അദ്ദേഹം പറയുന്നത് ഇന്ന മിൻ ജസാഇൽ ഹസനത്തി, ഒരു നന്മയുടെ പ്രതിഫലം എന്നത് അൽ ഹസനത ബഅദഹ, ആ നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു നന്മ ചെയ്യുന്നു അതിന്റെ പ്രതിഫലം. ഇപ്പൊ നമ്മള് ഏതാ നമസ്കരിച്ചത്? മഗ്‌രിബ് നമസ്കരിച്ചു. മഗ്‌രിബ് നമസ്കരിച്ചു. ആ മഗ്‌രിബിന്റെ പ്രതിഫലം അല്ലാഹു തീരുമാനിക്കാം.
അതിനുശേഷം ഇഷ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഈമാനും അതിന്റെ ആവേശവും വന്നു. അത് കറക്റ്റ് ആണെങ്കിൽ അത് രേഖപ്പെടുത്തി. ഇഷയുടേത് അടുത്ത വക്കത്ത് നോക്കും. നിങ്ങൾ ഖുർആൻ മതി, ഇന്നലെ ഖുർആൻ മതി, അത് സ്വീകരിക്കണം വേണ്ട ഇന്നത്തെ ഖുർആൻ ഒത്തു നോക്കും. അപ്പൊ എന്തെങ്കിലും നന്മയിൽ തുടർച്ച വേണം. റമദാനിൽ സുബ്ഹാനല്ലാഹ് തൗബ സലാത്ത് ഖിയാം ഫജ്ർ നമസ്കാരം ഖിയാമുൽ ലൈൽ ഖുർആൻ പാരായണം ഇങ്ങനെ റഹ്മാനിലേക്ക് ഇങ്ങനെ അടുക്കുകയും അതിൽ തുടർച്ച വേണം. കുഴപ്പം നോക്കണേ, റമദാനിൽ നമുക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു ഇതിനോടൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പായിട്ട് ബന്ധമുണ്ടോ? ചുരുങ്ങിയ പക്ഷം തിങ്കളാഴ്ചയും ആഴ്ചയിൽ 2 ദിവസം പട്ടിണി അടക്കാൻ തോന്നിയോ? ചിലര് തരാറുണ്ട്. ഓക്കെ, എന്റെ കൂടെ അള്ളാഹു നോമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ അള്ളാഹു ഒരു വാക്ക് പറഞ്ഞു, അതാണെങ്കിലും പറയാം. നോമ്പ് ആ റമദാന്റെ ആയത്തൊക്കെ പറഞ്ഞ് നോമ്പിന്റെ കാര്യം പറഞ്ഞു. അവിടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ അള്ളാഹു പ്രയാസപ്പെടുത്താനല്ല പട്ടിണി കിടക്കാൻ പറഞ്ഞു. പകൽ മുഴുക്കെ സുബഹി മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി പട്ടിണി കിടക്കാൻ പറഞ്ഞത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങൾക്ക് ഗുണം, നിങ്ങൾക്ക് എളുപ്പം തരാൻ. ഇഹലോകത്തും ഗുണമുണ്ട്, അള്ളാഹു ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടായാലും ഗുണമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഈ റമദാൻ തുടങ്ങിയപ്പോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുള്ള ചില യുക്തിവാദികൾ ഇസ്ലാമിനെ എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ നോമ്പ് പക്ക തെറ്റാണ്, അള്ളാഹു പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയുള്ള ഇസ്ലാമിനെ കുതിരക്ക്. അപ്പോഴാണ് നമ്മുടെ ആൾക്കാർ കൂടുതൽ പഠിച്ചു. നമുക്കിടെ ഒരുപാട് ഗുണമുണ്ട്. നമുക്കത് ശരിക്ക് നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് കൂടുതൽ പറയാൻ സമയം ഒരൊറ്റ കാര്യം, നമുക്ക് നോമ്പെടുത്താൽ പരലോകത്തുള്ള പ്രതിഫലം നിങ്ങൾക്ക് ബോധ്യമുണ്ട് അല്ലെ? ഒരുപാട്. അതിന്റെ പുറമെ ദുനിയാവിന് എന്താ ഗുണം? നമുക്കിടെ നീണ്ട നേരത്തെ ഉപവാസം മൂലം ശ്രദ്ധിക്കുക, ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കുറയും. നമ്മുടെ ഹൃദയം, അതുപോലെ തന്നെ കരൾ, കിഡ്നി എന്നിവയിൽ സംഭരിച്ചു വെച്ച കൊഴുപ്പ് ഉപയോഗിച്ച് തീർക്കുക. എന്നുവെച്ചാൽ ചീത്ത കൊളസ്ട്രോൾ കുറയും, നല്ല കൊളസ്ട്രോൾ കൂടും. ഒന്നുകൂടി പറഞ്ഞാല്, പണ്ട് വിറക് ഗ്യാസ് ഒന്നും ഇല്ലാത്ത കാലത്ത് വിറക് കത്തിച്ചിരുന്ന കാലം ഓർമ്മണ്ടോ? അപ്പൊ ഇങ്ങനെ വീട്ടിലെ വിറക് മൊത്തം തീർന്നു. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ അടുത്ത് മേടിക്കാനുള്ള കാശായിട്ടും തൊടൂലിറങ്ങും. ചപ്പും ചവറും കൊള്ളിയും മതും ഇതും ഒക്കെ ഉപയോഗിച്ചിട്ട് തൊടു വൃത്തിയാവില്ല. ഇതുപോലെയാണ് ഉപവാസം. നമ്മള് നമ്മുടെ ഡ്രൈ ഫാസ്റ്റിംഗ് എന്നാണ് പറയാം അല്ലെ? ഡ്രൈ ഫാസ്റ്റിംഗ് എന്താണ്? ഡ്രൈ ഫാസ്റ്റിംഗ് പലതുണ്ട്. നമ്മുടെ അല്ലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ, അതുപോലത്തെ കൊഴുപ്പ് കൺട്രോൾ ചെയ്യാനൊക്കെ പല ഫാസ്റ്റിംഗ് രീതിയുണ്ട്. പകല് മുഴുക്ക വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ 3 ദിവസം ആഹാരം മൊത്തം ഒഴിവാക്കിയിട്ട് രാത്രി പകൽ വെള്ളം മാത്രം കുടിക്കുന്ന ഫാസ്റ്റിംഗ് രീതിയുണ്ട്. പക്ഷെ ഏറ്റവും ബെറ്റർ ഫാസ്റ്റിംഗ് രീതിയായിട്ട് പറഞ്ഞ ഏതാണ്? ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ പകല് മുഴുക്കെ വെള്ളമോ പൂർണ്ണമായി വെള്ളം ആഹാരം പൂർണ്ണമായി ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? നമുക്ക് ഈ ദീർഘനേരത്ത് ഒന്നും കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ശരീരം ചീത്ത കൊഴുപ്പുകൾ അവിടെ അടിഞ്ഞിട്ടുണ്ടാവും. ഈ ചീത്ത കൊഴുപ്പാണ് അറ്റാക്ക് ഉണ്ടാകുന്നത്, ബ്രെയിൻ സ്ട്രോക്കിന് കാരണമാകുന്നതും ഹാർട്ട് അറ്റാക്കിന് കാരണമൊക്കെ ഈ ചീത്ത കൊളസ്ട്രോൾ അടിയുമ്പോഴാണ്. കണ്ടമാനം തിന്നില്ലേ, ഇറച്ചി മീനും അതും ഇത് തീർന്ന് കയറ്റി വയറും വീർപ്പിച്ച് ഗ്യാസാന്ന് പറഞ്ഞു. പിന്നെ ഗ്യാസിന്റെ കുറെ ഗുളിക കഴിച്ചിട്ട് അങ്ങനെ ആകെ പല ഭാഗത്തും എന്ത് ചെയ്യുന്നു? കൊഴുപ്പടിക്കണം. നിങ്ങൾ ആലോചിച്ചൊക്കെ ശരിക്ക് ആഴ്ചയിൽ 2 ദിവസം പട്ടിണിയാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന ശരീരം ഈ നിനക്ക് വേണ്ട ഈ കോശങ്ങൾക്ക് അപ്പൊ എന്ത് ചെയ്യും? ഇവിടെയുള്ള കൊളസ്ട്രോളിലേക്ക് അത് ഉപയോഗിക്കും. അത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കൊഴുപ്പില്ലാതാവും. അപ്പൊ അറ്റാക്കിന്റെ സാധ്യത കുറയും, ബ്രെയിൻ സ്ട്രോക്കിന്റെ സാധ്യത കുറയും. അങ്ങനെ പല ഗുണങ്ങളും വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ഷുഗർ, അതിന്റെ സാധ്യത കുറയും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സത്യത്തിൽ നോമ്പെടുക്കുന്നുണ്ട്. അപ്പൊ ആഴ്ചയിൽ സത്യത്തിൽ എന്ത് ചെയ്യണം? 2 ദിവസം
ചുരുങ്ങിയത് 2 ദിവസം പറഞ്ഞാണ്. നിങ്ങൾ ആലോചിക്കുക, ജീവിക്കുമ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കട്ടെ അല്ലെ? അതിന് സഹായിക്കുന്നതാണ് അത്ര ഇത് ഡ്രൈ ഫാസ്റ്റിംഗ്. എന്താണ് ഈ ഡ്രൈ ഫാസ്റ്റിംഗിനെയാണ് ഇസ്ലാം പഠിപ്പിച്ച നോമ്പ് കിട്ടാം. സുബഹി മുതൽ മഗ്‌രിബ് വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി ഒന്നും കഴിക്കും, തുപ്പുനീര് മാത്രമാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ കഴിയും. അതിന്റെ ഒരു ഗുണം മാത്രം പറഞ്ഞിട്ട് ഇനി ഒരുപാടുണ്ട്, നമുക്ക് ഒറ്റ സമയത്ത് പറയും. അപ്പൊ നോമ്പുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ മുറിക്കരുത്. ചുരുങ്ങിയത് എന്ത് ചെയ്യാം? ആഴ്ചയിൽ 2 ദിവസം. ഏതൊക്കെ? എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. അതിന്റെ ഗുണം പറയും എന്തൊക്കെയാണ്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇനി നോമ്പെടുക്കാനുള്ള കാരണം എന്താ? ആ ദിവസത്തിലാത്രേ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കാം. എന്നിട്ട് സ്വീകരിക്കണോ വേണ്ടെങ്കിലും തീരുമാനിക്കാം. അപ്പൊ നബിക്ക് അള്ളാഹു മുഹമ്മദായ എന്റെ കർമ്മങ്ങൾ നോക്കുമ്പോ അള്ളാഹുക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന മുഹമ്മദ് അള്ളാഹ് കാണട്ടെ. അതുകൊണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത പറയും, ഈ തിങ്കളും വ്യാഴത്തിന്റെ പ്രത്യേകത സ്വർഗവാതിലുകൾ തുറന്നിടുന്ന ദിവസം. റമദാനിൽ തുറക്കും. അപ്പോഴാണ് നമ്മൾ ചെയ്തത്? റമദാനിൽ തുറന്നിട്ടില്ലേ? അപ്പോഴാണ് നോമ്പെടുത്തത്. അപ്പൊ എന്തേ തിങ്കളും വ്യാഴം തുറന്നുമ്പോൾ നോമ്പെടുക്കാത്തത്? നോമ്പെടുക്കണം. ഇനി റമദാനിൽ നമുക്ക് എന്ത് ചെയ്യണം? പള്ളിയുമായിട്ട് ഭയങ്കര ബന്ധം. ഇപ്പൊ ഞാൻ മിക്ക സമയത്ത് ഇവിടെ യൂണിവേഴ്സിറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്നും പള്ളിക്കാം. ഏത് സ്ഥിതിയും ഇവരൊക്കെ വന്നാലും പള്ളിയിൽ പോയത് കാണേ, എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ വീട്ടിൽ പോയി ഒന്ന് തലചായ്ച്ച് വരികയില്ലാതെ മിക്ക സമയത്തും പള്ളിയില്ല. നമ്മുടെ പള്ളിയുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. പക്ഷേ നമുക്ക് റമദാൻ കഴിഞ്ഞപ്പോ അതിനേക്കാളും കൂടുതൽ നമുക്ക് പള്ളിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പരിശോധിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും പള്ളികളുമായി അറ്റാച്ച്ഡ് ആയി. വിശ്വാസം പറയുന്നുണ്ട്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. നാടുകളിൽ, ഈ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അള്ളാഹ്ക്ക് നാടുകളിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തത് അങ്ങാടികളാണ്. നമ്മൾ തലതിരിക്കട്ട. നമ്മൾ കൂടുതൽ സമയം എവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടുക? നമുക്ക് പർച്ചേസിന് അങ്ങാടി അവിടെ പോകണം, ഇവിടെ പോകണം. ഇപ്പൊ ഒരു ടൂർ പോകണ പോലെ ഇവിടെ ലുലു മോൾ കാണാൻ പോകുക. ഇങ്ങനെ കൂടുതൽ സമയം വേറൊന്നുമില്ല, തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടത് അത് മേടിക്കാം. ഈ അങ്ങാടി കൂടെ താരാപാര നടന്ന് എന്നിട്ട് എന്തെങ്കിലും ആരെയും കിട്ടിയ അല്ലെ നൊണിയും കെണിയും പറഞ്ഞ് ഫിത്തനെയും ഫസാദും പറഞ്ഞ് ചെയ്ത് അൽബാദ് മകന് വേണ്ട നേരാണ്. അങ്ങാടിയിലെ റോഡൊക്കെ ഇങ്ങനെ ഇരിക്കും, വലത്തിനൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞ മകനും വിഷയം കഴിഞ്ഞ റമദാന്റെ അടക്കമൊക്കെ പൊളിച്ചാൽ ഞങ്ങളെ നോമ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ടത് എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളി. അപ്പൊ നമ്മൾ എന്തിനോടാണ് ചേർന്ന് നിൽക്കേണ്ടത്? ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പള്ളിയോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാവണ്ടേ? നമ്മൾ അങ്ങാടി ആവശ്യം നിർവഹിച്ചാൽ കൂടുതൽ നിൽക്കരുത്, വേഗം ചെയ്യാം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വരിക. എന്തുകൊണ്ടാണ് പള്ളികൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നത്? നമ്മുടെ ഒന്ന്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ കുറെയാണ്. കാരണം അന്നഹ ബൈത്തു ത്വാ, അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു സ്ഥലം. ഈ ഭൂമിയിൽ കൂടുതൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന സ്ഥലം വീടാണോ അങ്ങാടിയാണോ പള്ളിയാണോ? ഇവിടെ വന്നവരാരും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുക. നമ്മുടെ മാത്രമല്ല ശരിക്കും അള്ളാഹുവിന്റെ സ്മരണയിൽ പ്രത്യേകമായി കടഞ്ഞെടുത്ത ഒരു സ്ഥലമാണ്. മാത്രമല്ല തഖ്വയാണ് ഇതിന്റെ അടിത്തറ. അല്ലാണ്ട് ഈ കാണുന്നത് ശരിക്കും കരിക്കലല്ല, ശരിക്കും ഇതിന്റെ അടിത്തറ എന്താണ്? തഖ്വയാണ്. നമ്മുടെ മാത്രമല്ല അവിടെ ധാരാളം ഖുർആൻ പാരായണങ്ങൾ നടക്കും. മാത്രമല്ല അള്ളാഹുവിന്റെ അറിവ് അവിടെ നിന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്, അല്ലെ? ഖുത്ബയും ക്ലാസും കാര്യങ്ങളും. മാത്രമല്ല നമ്മുടെ മുഅ്മിനീങ്ങളൊക്കെ ഒരു നാട്ടിലെ എല്ലാ മുഅ്മിനീങ്ങളും എവിടെ ഒരുമിച്ചുകൂടുക? പള്ളിയിലാണ് ഒരുമിച്ചുകൂടുക. നമ്മുടെ അവിടെയാണ് ഇസ്ലാമിന്റെ ദീനിന്റെ ചിഹ്നങ്ങളൊക്കെ പ്രകടമാകുന്നത്. എവിടെയിരിക്കും? ഈ പള്ളിയിലാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ മലക്കുകൾ ഓരോ സമയത്തും ഹാജരാകുന്ന സ്ഥലം ഇവിടെയാണ്.
അല്ലെ സുബഹിക്കും അസറിനും ഷിഫ്റ്റ് ചെയ്തിട്ട് അല്ലെ എന്ത് ചെയ്യും, മലക്കുകൾ വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സുബഹിന്റെ മലക്ക് വന്നാൽ എന്ത് ചെയ്യും, അടുത്ത മലക്ക് പോകും. പിന്നെ അസറിന് എന്ത് ചെയ്യും, തമ്മിൽ കണ്ടുമുട്ടും. പിന്നെ ഈ സുബഹി മുതൽ അസർ വരുന്ന മലക്കുകൾ അള്ളാഹു മലക്ക് നമ്മുടെ റിപ്പോർട്ട് കൊടുക്കാൻ പോകണേ. ഏത് ആരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, എത്ര നേരത്തെ വന്നു, ഖുർആൻ മതിയോ ഇല്ലയോ എന്നൊക്കെ റിപ്പോർട്ട് കൊടുക്കാൻ പോകണം. ഈ മലക്കുകൾ ഹാജരാകുന്ന സ്ഥലമാണ്. അതിലൊക്കെ ഉപരി ഈ പള്ളിയെ അള്ളാഹുവിലേക്ക് ചേർത്താണ് അല്ലെ. എങ്ങനെ പറഞ്ഞു, അന്നൽ മസാജിദ ലില്ല. വേറെ മഹത്വമുള്ള ഒന്നാമത്തെ മഹത്വം അതന്നെ, അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് വായിച്ചൊരു കെട്ടിടമാണ് ഈ പള്ളി. ആ പള്ളിയുമായിട്ട് നമുക്കൊരു മനസ്സിന് ബന്ധം വേണ്ടേ? നമ്മുടെ മനസ്സ് എപ്പോഴും ആ പള്ളിയിലായി. അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ പള്ളിയുമായി നമ്മുടെ മനസ്സും ശരീരവും ചേർന്ന് നിൽക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ അള്ളാഹിന്റെ പള്ളിയുമായി ചേർത്ത് വെക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ചത് അള്ളാഹു ആത്മാഭിമാനം കൊണ്ടുവന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഖത്ത് കഴിഞ്ഞ് പുറത്തു പോയ നബി ശ്രദ്ധിക്കണേ, ഓടിയിട്ട് നബി ഇങ്ങനെ കിതച്ചിട്ട് പള്ളിയിൽ നിന്ന് കുറച്ചു പേരൊക്കെ പുറത്തു പോയി. ഏത് നബി പോയപ്പോ പുറത്തു പോയി. പക്ഷെ കുറച്ച് ആൾക്കാര് അടുത്ത വഖത്ത് പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കുകയും. അപ്പൊ നബി എന്തിനാ ധൃതിയിൽ ഓടി വന്നെന്നറിയോ? കിതക്കുണ്ട്. നബി വന്നപ്പോ ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഇങ്ങനെ നബി ഇങ്ങനെ കിതക്കുണ്ട്. അമ്മാതിരി ഓട്ടം. അതിന്റെ അർത്ഥം എന്താ? ഇനി ഒരാളും പുറത്ത് പോകാതിരിക്കാൻ നബിന്റെ ആ ജാഗ്രത. ഓടി വന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് നബി ഇങ്ങനെ ചോദിച്ചു, അബ്ശിറൂ ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാഇ. ഇതാ ആകാശത്തിന്റെ കവാടം അല്ലാഹു തുറന്നിട്ട് ഇതാ അല്ലാഹു ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുക. യുബാഹി ബികുൽ മലായിക, മലക്കുകളെ കൊണ്ട് നിങ്ങളെ കുറിച്ച് അല്ലാഹു അഭിമാനം കൊള്ളുന്നു. ഇവിടെ പള്ളിയിൽ ഒരു വഖത്ത് അടുത്ത വഖത്തിന് കാത്തിരിക്കുന്നത്. അപ്പൊ ഈ മഹാഭാഗ്യത്തിൽ ഇന്ന് അല്ലെ വെള്ളിയാഴ്ച നമ്മൾ അർഹരാണ്. കാരണം മഗ്‌രിബ് നമസ്കരിച്ചു, പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ ഇവിടെ തന്നെ അള്ളാഹുവിന്റെ ദീന് കേട്ടു, ഇശി നമസ്കരിച്ചിട്ടാ പുറത്താണ്. നമ്മുടെ അള്ളാഹു മലക്കുകളോട് ചൂണ്ടി പള്ളിയിൽ അള്ളാഹുന്റെ പള്ളിയുമായി മനസ്സിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആളുകളെ ചൂണ്ടിട്ട് അള്ളാഹ് ആര് ഈ രാജതമ്പുരൻ നമ്മളെ കൊണ്ട് അഭിമാനം കൊള്ളുക. മലക്കുകളോട് പറയും, ഇതങ്ങനെ പറയാം, മലക്കുകളെ എന്റെ ദാസന്മാരെ നിങ്ങൾ നോക്കി, അവരൊരു ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അവര് അടുത്ത വഖത്തിൽ എന്നെ ആരാധിക്കാനുള്ള മനസ്സ് വെച്ച് ആവേശത്തോടെ ഇരിക്കുന്നുണ്ടോ എന്ന് ഈ പള്ളിയുമായി മനസ്സ് ചേർത്ത് വെച്ച മുഅ്മിനീങ്ങളെ ചൂണ്ടിക്കാണിച്ച അല്ലാഹു എത്ര അഭിമാനം കൊള്ളും. പേരെടുത്ത് പറയും. എന്റെ മുഹമ്മദ്, അഹമ്മദ്, ഫാത്തിമ, ആരൊക്കെ നമ്മുടെയൊക്കെ പേര് പങ്കെടുത്ത് പറയാം. നമ്മുടെ പേര് ഒരു തവണ അള്ളാഹിന്റെ നാമം കൊണ്ട് ഉച്ചരിച്ച് നമ്മൾ രക്ഷപ്പെട്ടില്ല. എന്റെ കൂട്ടരെ, നമ്മളെ കുറിച്ചും അള്ളാഹു അഭിമാനത്തോടെ, നമ്മൾ നമ്മുടെ മക്കളെ പറ്റി എപ്പോഴാ അഭിമാനത്തോടെ സംസാരിക്കുക? ആ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോ അവൻ എന്നെ കുട്ടിയല്ലേ ഇത് അങ്ങനെയെല്ലാം ആവോ. അപ്പൊ അള്ളാഹു നമ്മളെ പറ്റി അഭിമാനത്തോടെ സംസാരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം പള്ളിയുമായി ചേരും. പള്ളിയിൽ എന്തൊക്കെ ആരാധന അതിനോടൊക്കെ ചേരണം. ജമാഅത്ത് മാത്രമല്ലല്ലോ, ക്ലാസ് ഉണ്ടാവും, കുത്തമുണ്ടാവും, ഇതിലൊക്കെ നമ്മൾ മനസ്സ് ചേർത്ത് വെക്കും. അവർക്കാണത്രേ നാളെ പരലോകത്ത് അർശന്റെ തണൽ ലഭിക്കുക. അർശന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം. അതിലൊരു വിഭാഗത്തെ പറ്റി പറഞ്ഞു, ഒരു മനുഷ്യനാണ് കൽബുഹു, അവന്റെ കൽബ് മുഅല്ലഖും ബിൽ മസ്ജിദ്, പള്ളിയുമായിട്ട് ഇങ്ങനെ ബന്ധിച്ച് അറ്റാച്ച് ചെയ്തു വെച്ചിരിക്കുന്നു. ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി, ഒരു വഖത്ത് കഴിഞ്ഞവൻ പോയാലും ഒരു വഖത്ത് കഴിഞ്ഞ അവൻ പോയാലും അവന്റെ എന്ത് മാത്രമേ ഇവിടുന്ന് പോകുള്ളൂ? ശരീരം മാത്രം. മനസ്സെവിടെ ഇരിക്കും? പള്ളി. അതുകൊണ്ട് ചില കച്ചവടക്കാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടില്ലേ? പഴയ ചില വല്യന്മാരൊക്കെ കൊടുക്കട്ടോ, എവിടെന്നോ ഒരു മുളക്ക് മനസ്സ് മുഴുക്ക എവിടെയാണ്? നിങ്ങള് മനസ്സ് മുഴുക്ക ഒരാള് വരുന്ന പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കുക. ദൂരം നിന്ന് നിഴല് കണ്ടാൽ നിങ്ങളുടെ മനസ്സിന്റെ പറയുന്നത് അയാളായിരിക്കും. കാരണം അയാളുമായിട്ട് നിങ്ങളുടെ മനസ്സ് ബന്ധിച്ചു വെച്ചിരിക്കണം. മനസ്സ് നിങ്ങളുടെ പള്ളിയുമായി ബന്ധിച്ചിട്ട് നിങ്ങളുടെ ശരീരം വളർന്ന് കച്ചവടത്തിനോ മറ്റോ ഇറങ്ങിപ്പോയാലും ചെറിയൊരു മുളക്കം കെട്ടാനും കാരണം വേഗം പോണേ കടമുട്ടിയില്ലേ
അല്ലെങ്കിൽ പണി നിർത്തിയിട്ട് അങ്ങോട്ട് പോകണം. പഴയ നമ്മുടെ ചില വലിയമാര് മോളെ മാവ് കൊടുത്തോ? ഇല്ലമ്മ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. 5 മിനിറ്റിന് പിന്നീട് മോളെ മാവ് കൊടുത്തോ? അങ്ങനെ തന്നെയാ പറയാ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അത്ര മനസ്സ് ബന്ധിക്കുക. നമ്മൾ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ശരിക്ക് മസ്ജിദ്, ഒരു മുഅ്മിന്റെ പള്ളിയുമായി മനസ്സ് ബന്ധിപ്പിച്ച ഒരാളുടെ മനസ്സ് എന്ന് വെച്ചാൽ പള്ളിയിലെ വിളക്കുകളിൽപ്പെട്ടൊരു വിളക്ക് പോലെ. ഈ പള്ളിയിലെ വിളക്കപ്പോഴും എവിടെ ഉണ്ടാവും എന്നുവെച്ചാൽ മുഅ്മിനീങ്ങളുടെ മനസ്സ് എപ്പോഴും പള്ളി, അല്ലാഹ്, ദീൻ, പള്ളിയിലെ ആരാധന അതിനെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ അള്ളാഹു അഭിമാനത്തോടെ സംസാരിക്കുന്ന മഹനീയമായ നേട്ടത്തിന് അർഹരാകുന്നതായിരിക്കും നമുക്ക് ദുനിയാവിൽ പോട്ടെ. നമ്മളിങ്ങനെ പല വഴിക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വക്കത്തിലേക്ക് ഇറങ്ങി അല്ലെ, നമ്മുടെ മനസ്സെവിടെ? നിങ്ങൾ വക്കത്തിലേക്ക് പുറത്തിറങ്ങി ഒരു വഴി കൂടെ പോവുകയാണ്, ആ വണ്ടിയിലോ അല്ലാതെ ഇങ്ങനെ പോവുകയാണ്. നിങ്ങളുടെ മനസ്സെവിടെയാണ്? വണ്ടിയിലോ. അപ്പോഴാണ് മരണം വരുന്നതെങ്കിലോ അൽഹംദുലില്ലാ മനസ്സ് പള്ളിയുമായി ചേർത്ത് വെച്ചു. മകനി അള്ളാഹു അഭിമാനത്തോടെ സംസാരിക്കുന്ന ഒരു വിഭാഗം. അറിയില്ല എന്റെ മനുഷ്യ, ഒരു ദേഹത്തിനും അറിയില്ല അവൻ ഏത് നാട്ടിൽ വെച്ച് എപ്പോ എങ്ങനെ മരിക്കുന്ന അറിയില്ല. മരിക്കുമ്പോ ഏതെങ്കിലും ഒരു ആരാധനകളുമായി സൽക്കർമ്മവുമായി ചേർന്ന് നിന്നവരായി മരിക്കണം. എന്റെ ഓർമ്മയിൽ 2018 നടന്നൊരു സംഭവം. 2018 ജോർദാനിലെ ഒരു എഞ്ചിനീയർ മദീന സന്ദർശിച്ചു. മദീനയിലെത്തിയ റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ഒരു സ്ഥലമാണ് ഇത്. ഏതാണ് സ്ഥലം? റൗദ. നബിന്റെ മിമ്പറിനും നബിന്റെ വീടിനും ഇടക്കുള്ള ഒരു സ്ഥലം. അത് സ്വർഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമാണ്. ആ റൗദയുടെ കാർപ്പറ്റിന്റെ പ്രത്യേക നിറമാണ്. ആ റൗദയിൽ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം വെച്ച് അദ്ദേഹത്തിന്റെ വിരലിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? വിരല് അങ്ങനെ ഈ അറബികൾക്ക് അല്ലെങ്കിൽ നബിയും അങ്ങനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഏകത്വം സൂചിപ്പിക്കാൻ ആകാശത്തിന് നേരെ കൈകൾ വരും. അത്തഹിയ്യാത്ത് നമ്മൾ എന്ത് ചെയ്യും അല്ലെ? അത്തഹിയ്യാത്ത് നമുക്ക് മുകളിലോട്ട് ഉയർത്താൻ കഴിയും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇരിക്കുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ, അല്ലാഹുവിന്റെ ഏകത്വം പറയാനാണ് ആ ചലനം, ആ ചൂണ്ടൽ. അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെല്ലാം ഗുണങ്ങളാ ഒത്തു വന്നത് ഒന്ന് പറയും. ഒന്ന്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് പള്ളി. ആ പള്ളികളുടെ കൂട്ടത്തിൽ 3 പള്ളികൾ പ്രത്യേകം എടുത്ത് പറയപ്പെട്ടു. 1 കഅബ, 2 മദീന, 3 ബൈത്തുൽ മുഖദ്ദസ്. അതിൽ പള്ളികളുടെ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവിയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ സ്ഥലമാണ് റൗദ. ആ റൗദയിൽ 4 അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ റൂഹിനെ മലക്കുകൾ വിളിച്ചത്. നമുക്കൊരു മരണമുണ്ട്, ഇതുപോലെ ഒരു ഹൈറായ മരണം നമുക്കും വേണ്ടേ? അള്ളാഹു പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നന്മകൾ കൊണ്ട് മുൻകൂട്ടി തയ്യാറാവുമെന്ന് പറയുന്നു. അതുകൊണ്ട് നന്മ റമദാനിൽ ചെയ്ത നന്മകൾ തുടരണം. ഇപ്പൊ നിങ്ങൾ റമദാനിൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായത് ഏതുമായിട്ടാണ്? നമ്മൾ റമദാൻ കഴിഞ്ഞാൽ അത് അട്ടത്ത് കെറ്റിവെക്കാവുന്നതല്ല. നബി എങ്ങനത്തെ ആളുകളെയാണ് നബിന്റെ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചത്? ധാരാളം ഖുർആൻ ഓതുന്ന, ഖുർആനുമായിട്ട് നല്ല ബന്ധമുള്ള മുഅ്മിനീങ്ങളെയാണ് നബിന്റെ സമുദായത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. അതിനൊരു ഉദാഹരണമാണ്, ഒരിക്കൽ ഐഷ നമസ്കാരം കഴിഞ്ഞിട്ട് നബിയും ഐഷ റളിയല്ലാഹു ഒക്കെ പാടെയാണ് ഇശ ജമാഅത്തിന് പോയത്. അപ്പോ ഇമാമായി നബി വീട്ടിലെത്തി. പക്ഷെ ഭാര്യ ഐഷ റളിയല്ലാഹു കാണാനില്ല, കുറച്ച് വഴുകി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഐഷ റളിയല്ലാഹു വന്നു. അപ്പൊ നബി ചോദിച്ചു, അല്ല ഐഷ, അതിനെ കുറിച്ച് നീ എവിടെയായിരുന്നു? ഞാൻ വരുന്നിട്ടില്ലോ. അപ്പോഴാണ് ഐഷ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, ഞാൻ വരുമ്പോ നിങ്ങളുടെ ഒരു കൂട്ടാളി, നിങ്ങളുടെ ഒരു അനുചരന്റെ ഊത്ത് കേട്ടു. അവര് പറഞ്ഞ വാക്ക്
മിഥ്ല ഖിറാഅത്തിഹി വസൗതിഹി ബിന്നഹദി. അതുപോലെ നിങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽ ഇത്രയും മനോഹരമായി ഓതുന്ന ശബ്ദം ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ധരിച്ചു പോയ അമ്മാതിരി ഓത്ത്. അത് കേട്ടിട്ട് അത് ആസ്വദിക്കാതെ വരാൻ എനിക്ക് മനസ്സ് വന്നില്ല. അവൻ നബി ഇങ്ങനെ ആലോചിച്ചു, ഇമ്മാതിരി ചന്തത്തിൽ മനോഹരമായി ഇശകഴിഞ്ഞ് രാത്രി ഖുർആൻ ഓതുന്ന എന്റെ കൂട്ടാളി, എന്റെ അനുചരൻ ആരാ? അതൊന്ന് കേൾക്കണം. വീട്ടിലെത്തി നബി തിരിച്ചത് കേൾക്കാൻ പോവുകയാണ്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? നബി നീച്ചു. നബിന്റെ കൂടെ ഞാനും പോയി. കാരണം ഐഷാബാദ് കേട്ട് പുതി മാറിയിട്ടില്ല. അങ്ങനെ അവിടെ എത്തി, അത് കേട്ടു. നബിക്ക് ശബ്ദം കേട്ടപ്പോ തന്നെ നബിക്ക് ആള് മനസ്സിലായി. നോക്കണേ, ഈ നബി എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഹാദാ സാലിം മൗല അബൂ ഹുദൈഫ. സാലിം റളിയല്ലാഹു അൻഹു, അബൂ ഹുദൈഫയുടെ മോചിപ്പിക്കപ്പെട്ട അടിമ സാലിം. അബൂ ഹുദൈഫയും സാലിം നമ്മൾ അങ്ങനെ ഒരു പേര് വരക്കാരെന്ന് അറിയും. ശരിക്ക് അബൂ ഹുദൈഫ സാലിം പാവം ഒരു കുഞ്ഞുവാവയായിരുന്നു. കുഞ്ഞുവാവയായിരിക്കുമ്പോ എല്ലാവരും ഉപ്പ ഉമ്മ ആരാണെന്ന് പോലും അറിയില്ല. ഉപ്പയും ഉമ്മ ആരാണെന്നേ അറിയില്ല. അല്ലെങ്കിൽ സാധാരണ അറബികൾ എങ്ങനെ വായിക്കുക? വാപ്പാനീപ്പിനല്ലേ. പക്ഷെ സാലിം റളിയല്ലാഹുവിന്റെ പേരിന്റെ ഉപ്പ ആരാണെന്ന് അറിയില്ല. മരിച്ചുപോയതാണോ അറിയാച്ച. അങ്ങനെ അതൊക്കെ അങ്ങനെയാണല്ലോ. പെട്ടെന്നൊരു കാട്ടറബികൾ ആക്രമിക്കും, എല്ലാവരും കൊല്ലും, കയ്യിലടക്കും, എന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് അടിമച്ചന്തയിൽ വെക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഈ കുഞ്ഞുവാവൻ ആര് വിളിച്ചു? അബൂ ഹുദൈഫ വിളിച്ചു. സ്വന്തം മകനെ പോലെ വളർന്നു. ആദ്യ അദ്ദേഹത്തിന്റെ പേര് സാലിം ഇബ്നു അബൂ ഹുദൈഫ എന്നാണ് വിളിച്ചത്. പക്ഷേ ദത്ത് സമ്പ്രദായം നിർത്തലാക്കിയപ്പോ അബൂ ഹുദൈഫ സാലിം റളിയല്ലാഹുവിനെ സ്വതന്ത്രനാക്കി. അങ്ങനെയാണ് ഏത് പേര് വന്നത്? സാലിം മൗലാ അബൂ ഹുദൈഫ. ഖുർആൻ മഹാനാല് പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞപ്പോ ഒന്ന് അബ്ദുല്ലാഹി മസൂദ്, ആ കൂട്ടത്തിൽ ഒരാളുണ്ട് എന്റെ കൂട്ടരെ, സാലിം. ഐഷാക്ക് സാലിമാണ്. എന്നിട്ട് നബി എന്താ പറഞ്ഞറിയോ? സാലിം റളിയല്ലാഹു ഓത്ത് കേട്ടിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മിസ്ല ഹാദാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതി. അല്ലാഹുവേ നീ യാതൊരുവനാണ്. ജഅല ഫീ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നീ ആക്കി തന്നല്ലോ. മിസ്ല ഹാദാ, ഇതുപോലെയുള്ള ആളുകളെ എന്റെ സമുദായത്തിൽ നീ ആക്കി തന്നില്ലേ. അപ്പൊ നോക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാലിം റളിയല്ലാഹുവിനെ പോലെയുള്ള ഖുർആൻ ധാരാളമായി ഓതുന്ന, പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന ആൾക്കാരെയാണ് ആർക്കിഷ്ടം? നബി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ കാര്യത്തിൽ അൽഹംദുലില്ലാഹ് എപ്പോഴാ പറയാ? നമുക്ക് സന്തോഷം തരുമ്പോഴാ പറയുക. നമ്മുടെ സാലിം റളിയല്ലാഹുവിനെ പോലെ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിലും ആര് തൃപ്തിപ്പെട്ടു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ക്ലാസ് അവസാനിപ്പിക്കുക. ഖുർആനുമായിട്ട് നല്ല ബന്ധം റമളാനിൽ മാത്രം എപ്പോഴും ഉണ്ടാവണം. നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് ഓതല്ലേ? ഒരക്ഷരത്തിന് എത്ര നന്മയാണ് പറഞ്ഞത്? 10 ഇരട്ടി. നമ്മുടെ സൂറത്തുൽ മുത്തഫിഫീനിൽ 740 അക്ഷരം. ഏകദേശം നമുക്ക് ഓതാൻ എടുക്കുന്ന സമയം 4.5 മിനിറ്റ്. നല്ല രസത്തിൽ ഫഹദ് അഹ്മദ് ഓതി നോക്കണേ. ഇത് ഓതി തീരുമ്പോ എത്ര നന്മയെ? 7400 ഇൻറ്റു 10 വെറും 4 മിനിറ്റ് കൊണ്ട് എത്ര ഉണ്ടാക്കുമ്പോൾ? 7400. ഒരക്ഷരം വിടരുത് കേട്ടോ. ആസ്വദിച്ച് ഓതുക. ഖുർആൻ ഓതുമ്പോൾ ശരിക്കും ഐസ്ക്രീം തിന്നുമ്പോ എങ്ങനെ ടേസ്റ്റ്, അതുപോലെ ഖുർആന്റെ മാധുര്യം ആസ്വദിച്ചു. നമ്മൾ ഖുർആന്റെ ടേസ്റ്റ് ആസ്വദിച്ച് ഓതിയപ്പോഴാണ് അതൊരു രസമായി. പക്ഷെ ആ രസം എപ്പോഴും കിട്ടണം. അത് ഖുർആൻ മഹാനായ അല്ലാഹുവിന്റെ വാക്ക്. ഓതല്ലേ? ഓതല്ലേ? ഒരക്ഷരം മിസ് ചെയ്യും. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كانوا
معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون അള്ളാഹു കബൂലാക്കട്ടെ. സഹോദരങ്ങളെ, ഒരു 4 മിനിറ്റ് കൊണ്ട് 4.5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓതിയപ്പോൾ നമ്മുടെ പ്രതിഫലത്തിൽ ചേർന്ന് ഖുർആൻ ഓതിയത് ഖുർആൻ ആയതുകൊണ്ടാണ് 7400 നന്മകൾ അവർ 4.5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്ക്. ഓരോ ദിവസവും 10-20 മിനിറ്റ് ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ ഓതിയതിന് മാത്രം നമ്മുടെ നന്മയുടെ പെട്ടിയിലേക്ക് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് നന്മകൾ ഉണ്ടാക്കാം. ഒരു കവി പറഞ്ഞു, യാ ഗാഫിലൻ അനിൽ അമൽ, കർമ്മത്തെ കുറിച്ച് അശ്രദ്ധമായവനെ, വഗറഹു തൂലുൽ അമൽ, ദുനിയാവിലെ അതിമോഹം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. അൽമൗത്ത് യഅതി ബഗതതൻ, മരണം പെട്ടെന്ന് വരും, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. വൽ ഖബറു സുന്ദൂഖുൽ അമൽ, നീ തിരിച്ചറിഞ്ഞോ, ഖബർ കർമ്മങ്ങളുടെ ഒരു പെട്ടിയാണ്. അതിലെന്ത് നിറച്ചു നോക്ക്. നമ്മുടെ മയ്യത്തെടുക്കുമ്പോൾ നമ്മുടെ ഖബർ സ്വർഗമാകണോ നരകമാകണോ തീരുമാനിക്കുന്ന ആ പെട്ടിയിൽ നിങ്ങളും ഞാൻ എന്തിട്ടു. ഇപ്പൊ നമ്മുടെ 7400 നന്മ അതിലിട്ടു. ഈ ക്ലാസിന്റെ എല്ലാ നന്മകളും അതിലിട്ടു. ഇഷ നമസ്കരിക്കുമ്പോൾ അതും ഇട്ടു. ഇനി അതിനുശേഷം ആ പെട്ടി നിറയട്ടെ, സ്വർഗമായി മാറട്ടെ. ഒരു ദിവസം ആ പച്ച മണ്ണിൽ നമ്മുടെ മയ്യത്തും ഇറക്കി വെക്കും. അന്ന് ആ ഖബർ സ്വർഗമാക്കി തരണം. അതിനുള്ള കഴിവും അധികാരം അള്ളാഹ്ക്കാണ്. ആ അള്ളാഹുവിലേക്ക് നന്മകളുമായി എപ്പോഴും അടുക്കുക. റമദാനിന് ശേഷം റമദാനിൽ ചെയ്ത എല്ലാ നന്മകൾക്കും തുടർച്ച വേണം. ഒരു പടിക്ക് എന്തെങ്കിലും ഒരു പൊടിക്ക് ആ നന്മകൾ വർദ്ധിപ്പിച്ച നിലയിലായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു وحملوا على الأكتاف 4 من
الرجال وخلف من يشيعون وقدموني إلى المحراب وانصرفوا خلف الإمام فصلى ثم ودعني صلوا علي صلاة لا ركوع لها ولا سجود لعل الله يرحمني وأنزلوني إلى قبري على مهل وقدموا واحدا منهم يلحدني وكشف الثوب عن وجهي لينظرني وأسبل الدمع من عينيه أغرقني فقام محترما بالعزم مشتملا وصفف اللبن من فوقي وفارقني وقال هل عليه توبا واغتنموا حسن الثواب من الرحمن ذي المنن في ظلمة القبر لا أم هناك ولا أخ شفيق ولا أخ يؤنسني അതിനുണ്ടാവില്ല ഈ ദുൽമത്തിൽ ഖബറിന്റെ ഇരുട്ടിൽ എന്നെ സ്നേഹത്തോടെ അനുകമ്പയോടെ എന്നോട് പെരുമാറിയ വാപ്പയോ ഉമ്മയോ സഹോദരങ്ങൾ ആരും ഉണ്ടാവും എന്റെ കൂട്ടം. ആ ഖബർ സ്വർഗമാവണമെങ്കിൽ മരണാനന്തര ജീവിതം സ്വർഗമാണ് ഇവിടുന്ന് പണിയെടുക്കും. അള്ളാഹു സ്വർഗത്തെ പറ്റി ഇങ്ങനെ കുറെ അതിന്റെ വർണ്ണന ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു പണിയെടുക്കുന്നവർ അധ്വാനിക്കുന്നവർ ഈ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കട്ടെ എന്നാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നത്. നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഉയർന്ന പദവിയിൽ സ്വർഗത്തിന്റെ സ്വർണത്തിന്റെ വലിയ കൊട്ടാരത്തിൽ ഇങ്ങനെ സ്വർഗവാസികൾ പരസ്പരം ചേർന്നിരുന്ന ഒരു കുടുംബത്തിലെ മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചർച്ച ചെയ്യണം. സ്വർഗത്തിലെ വിഭവങ്ങളൊക്കെ ആസ്വദിച്ച് കുടിക്കുമ്പോൾ അവരൊരു ചർച്ച. എന്താണ് ചർച്ച? അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് തൂറില് 25 മുതൽ 28 വരെ ആ സ്വർഗക്കാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യണം, സംസാരിക്കണം. അപ്പോ ഒരാൾ പറയുന്നു, അവര് പറയും എങ്ങനെ ഇപ്പൊ ഈ സ്വർഗത്തിൽ നമ്മളൊക്കെ എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ ആരും നരകത്തിൽ പോയിട്ടില്ലല്ലോ, എല്ലാവരും സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും നരകത്തിൽ വീഴാതെ എല്ലാവരും സ്വർഗത്തിൽ എങ്ങനെ എത്തി? അപ്പൊ അവര് അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മള് മുമ്പ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ അള്ളാഹനെ പേടിച്ചവരായിരുന്നു. അപ്പൊ കുടുംബത്തിന് ആരൊക്കെ ഉണ്ട് അവരൊക്കെ അള്ളാഹനെ പേടിക്കണം. അപ്പൊ ആ കുടുംബത്തിൽ എല്ലാവരും സ്വർഗത്തിലെത്തും. മാത്രമല്ല അപ്പോഴാണ് അള്ളാഹു നമ്മളെ രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന നരകത്തിന്റെ തീക്കാറ്റിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിച്ചു. മുമ്പ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചപ്പോ അള്ളാഹുയോട് ധാരാളം ദുആ ചെയ്തിരുന്നു. നിശ്ചയം അള്ളാഹു ദയാപരനും കരുണാഭാരതീയമാണ് എന്ന് ഇങ്ങനെ പറയുകയാണ്. സഹോദരങ്ങൾ, ഈ ഭാഗം ഓതിയിട്ട് അവസാനിപ്പിക്കാം. ഇത് ഓതുമ്പോ നമ്മൾ ആലോചിക്കുക, നമ്മുടെ കുടുംബത്തിൽ പാരക്കുണ്ട് അല്ലെ, മാതാപിതാക്കള്, ഭാര്യ, ഭർത്താവ്, മക്കൾ അല്ലെ. നിങ്ങൾ ഇങ്ങനെ ഓതുമ്പോ നിങ്ങളൊരു ഉമ്മയുപ്പിയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളുടെ മക്കള് അള്ളാഹുവിനെ പേടിയില്ലാതെ ജീവിച്ച് അവര് നരകത്തിൽ കത്തിക്കരിയ അള്ളാഹുവെ രക്ഷിക്കണേ. അങ്ങനെ ഓർത്തു നോക്കി നിങ്ങളൊരു മക്കളാണെങ്കിൽ ഉമ്മയിപ്പി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹനിധികളായ ഉമ്മയിപ്പി നരകത്തിൽ കത്തുക, നിങ്ങൾ സ്വർഗത്തിൽ എങ്ങനെ ഉണ്ടാവും? വേണ്ട, ഞാനും എൻ്റെ ഇണയും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ എല്ലാ മക്കളും ഒരുമിച്ച് സ്വർഗത്തിൽ. അതിനെന്റെ കൂട്ടരെ ഒന്ന് കുടുംബത്തിൽ എല്ലാവരും അള്ളാഹനെ പേടിക്കുന്നവരാണ്, അള്ളാഹനെ പേടിച്ച് ജീവിക്കുന്നവരാണ്. അതിലൊരു ശ്രദ്ധ പരസ്പരം ഉണ്ടാവണം. കുടുംബത്തിൽ എല്ലാവരും അള്ളാഹനോട് ധാരാളം ദുആ ചെയ്യുന്നവരാണ്. ആ മനസ്സോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നരകത്തിലും നമ്മൾ സ്വർഗത്തിലും അങ്ങനെ ആയാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ നിന്ന് ചിന്തിക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുക? വേണ്ട, എല്ലാവരും കുടുംബസമേതം സ്വർഗത്തിൽ എത്തണമെന്ന് തീരുമാനമെടുക്കുക. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ തകൃതിയായി നടത്താൻ കഴിയണം. നമുക്ക് ഈ ഭാഗം ഓതി തരുന്ന കണ്ണു കാണാത്ത അബ്ദുല്ലാ കാമിൽ റഹ്മത്തുള്ളാഹിയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഓതല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأقبل بعضهم على بعض يتساءلون
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടിട്ടുണ്ട്. അത് അല്ലാഹു നൽകുന്നൊരു മഹത്തായ സൗഭാഗ്യത്തെ എല്ലാവർക്കും കൊടുക്കൂല. നമ്മളെ സ്വർഗത്തിൽ കയറുമ്പോൾ ആ ഒരു കൊതിയൂറുന്ന ഒരു കാഴ്ച പറയുന്നുണ്ട്. ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും പരസ്പരം കൈകോർത്ത് പിടിച്ചിട്ടാണ് അത്ര സ്വർഗത്തിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് അല്ലാഹു പോട്ടെന്ന് വെച്ചാൽ അവരിലേക്ക് പോകും. പിന്നെ കാണുട്ടോ അവരൊക്കെ സ്വർഗത്തിന് അങ്ങാടിയിൽ വെള്ളിയാഴ്ച ഉത്സവ ദിവസം എന്തെയും പാട്ടുണ്ടാവും, ഹോർലിങ്ങളുടെ പാട്ടുണ്ടാവും, മദ്യത്തിന്റെ ചഷകങ്ങൾ ഉണ്ടാവും. അവരൊക്കെ അവിടെ വെച്ചിട്ടാ കാണും. അവർ എന്തെയും പരസ്പരം സംസാരിക്കും, കാണും. അവർ പരസ്പരം എന്തെയും സ്വർഗത്തിൽ ഏത് ഭാഗത്താണെന്നുള്ള പരസ്പര വിവരങ്ങളൊക്കെ കൈമാറും. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗത്തിന് അങ്ങാടിയിൽ ഒരുമിച്ച് പോകും. അവിടെ അള്ളാഹു സർപ്രൈസ് ആയിട്ട് അള്ളാഹിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, സ്വർഗക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് പ്രത്യക്ഷപ്പെടുന്നൊക്കെ അവിടെ വെച്ചിട്ടാണ്. അള്ളാഹുവേ ഞങ്ങളെയൊക്കെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടണം. അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അതാ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം. ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം, ഏറ്റവും വലിയ സ്വർഗത്തിന്റെ മുകളിലെ വലിയൊരു സ്വർഗമാണ് അല്ലാഹുവേ നിന്റെ രൂപം, നിന്റെ മുഖം കണ്ട് ആസ്വദിക്കുക എന്ന്. അല്ലാഹുവേ സ്വർഗത്തിൽ നിന്റെ മുഖം കണ്ട് ആസ്വദിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അല്ലാഹുവേ സ്വർഗത്തിൽ നിന്റെ മുഖം കണ്ട് ആസ്വദിക്കുന്ന ആസ്വാദനം ഞങ്ങൾക്ക് നീ നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ പോലും നരകത്തിൽ വീഴാതെ നീ കാക്കണമേ. മരണാനന്തര ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ സ്വാലിഹായ മക്കളാക്കി പരിപാലിക്കണം, നല്ല മുത്തഖീങ്ങളായ മക്കളാക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നല്ല മുസദ്ദിഖീങ്ങളായ മക്കളാക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നല്ല മുസ്തഗ്ഫിരീങ്ങളും മുസബ്ബിഹീങ്ങളുമായ മക്കളാക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ എല്ലാത്തരം തിന്മകളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും കാത്തുരക്ഷിക്കണം. അല്ലാഹുവേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും എന്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ നാട് വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹയ്യും കയ്യുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി മതപരമായ ചേരിതിരിവുകൾ ഉണ്ടാക്കി മതത്തിന്റെ പേരിൽ കൊലവിളി നടത്തുന്ന, ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെയും അധികാരം നിന്റെ കയ്യിലാണ്. നീയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അപ്പേ ഈ അക്രമികളായ ഭരണാധികാരികളെ ഞങ്ങളുടെ മുകളിൽ നിന്ന് നീക്കി തരണം. അല്ലാഹുവേ ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങൾ അവരെ സ്നേഹിക്കുന്ന, ജനങ്ങളോട് കരുണ കാണിക്കുന്ന ഓരോ മതക്കാർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, നീതിബോധമുള്ള, നീതിയും സത്യവും ധർമ്മവും മുറുകെ പിടിക്കുന്ന നല്ല അധികാരികൾ അല്ലാഹുവേ ഞങ്ങളുടെ മുകളിൽ നീ കൊണ്ടുവരണമെന്നാണ്. അല്ലാഹുവേ ഞങ്ങളുടെ നാട് അല്ലാഹുവേ വരൾച്ച കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അല്ലാഹുവേ പല നാട്ടിലും കിണർ പറ്റി, കുളം പറ്റി, ചെടികൾ കരിഞ്ഞു തുടങ്ങിയിരിക്കുന്ന നാഥ. അല്ലാഹുവേ ഞങ്ങൾ പാപം ചെയ്തവരാണ്. ഞങ്ങളുടെ പാപങ്ങൾ കാരണത്താൽ നീ ഞങ്ങളെ പരീക്ഷിക്കരുത്, ഞങ്ങളെ ശിക്ഷിക്കരുത്. ഞങ്ങൾ എല്ലാ പാപങ്ങളും ഏറ്റു പറയുകയാണ്. റഹ്മറഹീനായ നാഥ ഞങ്ങൾക്ക് നീ മഴ നൽകണമേ. അല്ലാഹുവേ ഞങ്ങൾക്ക് കുടിക്കാനും ഈ ഭൂമി നനയാനും കുളിർക്കാനും ചെടികൾ തളർക്കാനും കൊടുത്ത പക്ഷി മൃഗാദികൾക്കൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം, കുടിവെള്ളം അല്ലാഹുവേ മഴയായി ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ കാരണം മഴവെള്ളം നീ തടഞ്ഞു വെക്കരുതേ. اللهم يا حي يا قيوم، اللهم يا ذا الجلال والإكرام، اللهم يا مالك الملك، اللهم يا أرحم الراحمين، اللهم يا جبار، اللهم يا العزيز، اللهم يا حي يا قيوم. اللهم اسقنا الغيث ولا تجعلنا من القانطين، اللهم اسقنا الغيث ولا تجعلنا من القانطين، اللهم اسقنا الغيث ولا تجعلنا من القانطين، اللهم يا أرحم الراحمين، اللهم يا رب العالمين، اللهم أغثنا، اللهم أغثنا، اللهم أغثنا. അല്ലാഹുവേ ഞങ്ങളെ നീ കൈവിടരുത്. അല്ലാഹുവേ ഞങ്ങളെ നീ കൈവിട്ടാൽ പിന്നെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അല്ലാഹുവേ കാണുന്നതൊക്കെ ഒഴിവാക്കി, വെള്ളമില്ലാതായ എൻ്റെ കൂടെ എല്ലാം ഒഴിവാക്കി കൂടും കൊടുക്കേണ്ട അഭയാർത്ഥികളായി എവിടെയെങ്കിലും പോയിരിക്കേണ്ടി വരും.
അള്ള ചോദിച്ച ചോദ്യം, ഈ വെള്ളം വറ്റിച്ച് കളഞ്ഞാൽ ഈ ഉറവം ജലം നിങ്ങൾക്ക് ആര് കൊണ്ടുവന്നത്? ഡാമ് വറ്റിയുടെ കൂട്ടർ, കിണറ് വറ്റി, എല്ലാം പോയി. നിങ്ങൾ പ്രാർത്ഥിക്കും, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാറിനെ തേടി കൊട്ടടുത്ത് അല്ലാഹുവേ മഴ തരണേ എന്ന് പ്രാർത്ഥിക്കും. ആവശ്യത്തിന് കിട്ടിയ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ഒരു കൊല്ലം മഴ പെയ്താതിരുന്ന എന്തായിരിക്കും അവസ്ഥകൾ? ഇതേപോലെ ഒരു തുള്ളി പെയ്യാതെ 45 ഡിഗ്രി ചൂടിൽ നമ്മുടെ നാട് ഇങ്ങനെ കത്തിക്കരിഞ്ഞു നിന്ന് എന്തായിരിക്കും? പിന്നെ എന്ത് പണം ഉണ്ടായിട്ടുണ്ട്? കുഞ്ഞു മക്കളൊക്കെ വളരെ രീതി നമ്മളോട് അവലംബിക്കും. ചെറിയ മക്കളെ കാണും, എന്താ പറയാ, അവനെ ഉപറിന് വേണ്ടി പ്രാർത്ഥിക്കണേ. കാരണം കുഞ്ഞു മക്കൾ നിഷ്കളങ്കരാണ്, അവരുടെ പ്രാർത്ഥന അല്ലാഹു നിങ്ങളുടെ മക്കളേക്ക് പ്രാർത്ഥനാ വാക്യങ്ങൾ പഠിപ്പിച്ച് അവരോട് പ്രാർത്ഥിക്കുക. നിങ്ങളും നമ്മളും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഈ നാടിലെ കുറെ ജീവജാലങ്ങൾ മനുഷ്യർക്ക് ഉപകാരം കിട്ടിയാൽ അതിനും കൂടെ നമുക്ക് കിട്ടില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്നും ഖുർആനുമായി നമ്മൾ ചേർന്ന് നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت اشهد ان لا اله الا انت استغفرك واتوب اليك.